everyone, good evening. So, എൻ്റെ പേര് അർജുൻ. ഞാൻ ക്ലാരിറ്റി പാർട്ട്നേഴ്സിന്റെ കോഫൗണ്ടർ ആണ്. സോ ഒരു ശനിയാഴ്ച ഈവനിങ് സ്വന്തം ഗ്രോത്തിന് വേണ്ടി, ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ ഒരു വെൽക്കം പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഈ ഒരു മണിക്കൂർ വളരെ വാല്യുബിൾ ആയിരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന്, ഞങ്ങൾ ടീമിന്റെ സൈഡിൽ നിന്ന് എനിക്ക് തരാനുള്ളത്. സോ ഇന്നത്തെ നമ്മൾ ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ, മസ്റ്റ് ഹാവ് സിസ്റ്റംസ് ഫോർ ഗ്രോത്ത്. ഏതൊരു ബിസിനസ്സിനും മസ്റ്റായിട്ടും വേണ്ട സിസ്റ്റംസ്, ഗ്രോത്തിന് വേണ്ടി മസ്റ്റായിട്ടും വേണ്ട സിസ്റ്റംസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക് എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം എന്നതിനെ ഏറ്റവും ഫണ്ടമെന്റലായിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയും എങ്ങനെയുള്ള സിസ്റ്റംസ് ആണ് ഒരു ബിസിനസ്സിന് മസ്റ്റായിട്ടും വേണ്ടതെന്ന് മനസ്സിലാക്കുകയും എങ്ങനെ ഒരു സിസ്റ്റം തിങ്കിങ് എന്നൊരു സെൻസ് നമുക്ക് ആസ് ഇൻഡിവിജ്വൽസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ച് ഞങ്ങളുടെ പ്രാക്ടിക്കലായിട്ട് ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന ബിസിനസ്സിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഫൗണ്ടേഴ്സുമായിട്ടും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് ആണ് ഞങ്ങൾ ഈ ഒരു വെബിനാറിൽ ഷെയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഈ ഒരു വെബിനാറിന്റെ എൻഡ് വരെ എല്ലാവരും വളരെ അറ്റൻറ്റീവ് ആയിട്ട് ഒരുമിച്ച് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് സ്പീക്കേഴ്സ് ആയിട്ട് അർജുൻ ശങ്കറിനും ഞാനും അതുപോലെ എൻ്റെ കോഫൗണ്ടർ ആയിട്ടുള്ള നസീബ് തട്ടത്തിലുമാണ് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത്. സോ വെൽക്കം ഓൾ. സോ ഇതിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, എല്ലാവർക്കും പറ്റുകയാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് വെക്കാൻ പറ്റിയ അത്രയും സന്തോഷം. അതുപോലെ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ വളരെ സ്മൂത്ത് ആയിട്ട് പോവുകയും അറ്റ് ദ എൻഡിൽ നമുക്കൊരു ക്വസ്റ്റൻ ആൻസർ സെഷന് വേണ്ടി നമുക്ക് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഇടപെടുക ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് കൂടി ആയതുകൊണ്ട് തന്നെ ഒരു നോട്ട് പാഡിൽ ചോദ്യങ്ങൾ നോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിലെ ചോദ്യങ്ങൾ ഇടുകയും ചെയ്യണം എന്ന് പറയുന്നത്. നമ്മുടെ എൻഡിൽ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള Q&A സെഷൻ ഉണ്ടാവുന്നതാണ്. ഈ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ, വളരെ അറ്റൻറ്റീവ് ആയിട്ട് വളരെ പ്രസന്റ് ആയിട്ട് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു വാല്യൂ കിട്ടുക. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പല രീതിയിലുള്ള ഡിഫറെന്റ് ലെയേഴ്സ് ഉള്ള ടോപ്പിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുൾ സമയത്ത് എല്ലാവരും അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഉറപ്പായിട്ടും വളരെ വാല്യുബിൾ ആയിട്ടുള്ള 60 മിനിറ്റ്സ് ആയിരിക്കും ഇനി വരാൻ പോകുന്നതെന്നും ഒന്ന് പറഞ്ഞിടുന്നു. സോ എന്താണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ കവർ ചെയ്യുന്നത് ക്വിക്കായിട്ടൊന്ന് പോവുകയാണെങ്കിൽ, എന്താണ് സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട്, നമുക്ക് പലർക്കും പലതരത്തിലുള്ള ബോധ്യങ്ങളുണ്ട് സിസ്റ്റത്തിനെ കുറിച്ച്. അപ്പൊ ആ ഒരു മിത്തുകൾ ഒന്ന് ബ്രേക്ക് ചെയ്യാം. നമുക്ക് സിസ്റ്റത്തിനെ പറ്റി നമുക്കൊരു കളക്റ്റീവായിട്ടൊരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്താം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്, നമ്മൾ ഒരുപാട് സിസ്റ്റംസ് നമ്മുടെ ഒരു എക്കോസിസ്റ്റം ആയിട്ടുള്ള ബിസിനസ്സിന് വേണമെങ്കിലും 3 മസ്റ്റ് ഹാവ് ആയിട്ടുള്ള സിസ്റ്റംസ്, ഒരു ഗ്രോത്ത് ഉള്ള ഒരു ബിസിനസ്സിന് വേണ്ടി 3 മസ്റ്റ് ഹാവ് സിസ്റ്റംസ് ഏതൊക്കെയാണ് എന്നൊന്നും നമുക്ക് പരിചയപ്പെടാം എന്നുള്ളതാണ്. നാലാമത്, സിസ്റ്റം തിങ്കിങ്. ഇപ്പൊ സിസ്റ്റം ഡിസൈൻ, ഒരു സിസ്റ്റത്തിനെ എങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നത്തിനെ കണ്ടിന്യൂസ്ലി നമുക്ക് ഇല്ലാതാക്കാം, ഒരു കണ്ടിന്യൂസ്ലി റിപ്പീറ്റബിൾ ആയിട്ട് സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സിസ്റ്റം തിങ്കിങ് ഫ്രെയിം വർക്കിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അഞ്ചാമതായിട്ട് ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു വെബിനാറിന്റെ എൻഡിൽ നമ്മൾ നമ്മുടെ ഇവന്റ്സ് ക്ലാരിറ്റി പാർട്ട്നേഴ്സ് എന്നുള്ള ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന സിസ്റ്റം ബ്ലൂ പ്രിന്റ് എന്ന ഡോക്യുമെന്റിനെ ഒന്ന് പരിചയപ്പെടുത്താം. എങ്ങനെയാണ് ആ ഡോക്യുമെന്റ് റീഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ഡോക്യുമെന്റ് എന്ന് പല ഇൻസൈറ്റ്സും എടുക്കേണ്ടതെന്നൊന്നും ഒന്ന് പറഞ്ഞു തരാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. സോ നമ്മളെ ഒന്ന് ക്വിക്കായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ക്ലാരിറ്റി പാർട്ട്നേഴ്സ് എന്ന മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഫേമാണ് ഞങ്ങൾ. കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് ആസ്ഥാനമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു 9 ടീംമേറ്റ്സ് ഉള്ള ഒരു 20ഓളം ബിസിനസ്സുകളിൽ വളരെ സ്മാർട്ടായിട്ട്, വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, വളരെ ഗ്രോത്ത് എനേബിൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേം കൂടിയാണ് ക്ലാരിറ്റി പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ബാനറിലാണ് ഈ ഒരു വെബിനാർ നടക്കുന്നതെന്ന് പറയാം. ആൻഡ് ഇപ്പൊ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ചോദ്യത്തിൽ തന്നെ ഈ ഒരു വെബിനാർ തുടങ്ങാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചില ബിസിനസ്സുകൾ വളരുമ്പോൾ ചില ബിസിനസ്സുകൾ ജസ്റ്റ് ബിസിയായി മാത്രം മാറുന്നത് എന്നുള്ളതാണ്. പല ബിസിനസ്സുകൾക്കും ഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും ചില ബിസിനസ്സുകൾക്ക് പല കാര്യങ്ങളിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും റവന്യൂവിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മൊത്തം ഓവറോൾ ഒരു മാർക്കറ്റ് സൈസിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പ്രൊഡക്റ്റ് ലൈനിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ്? അതിൽ തന്നെ ചില ബിസിനസ്സുകൾ ആ ഒരു ഗ്രോത്ത് എനേബിൾ ചെയ്യാൻ പറ്റാതെ, തിരക്കുണ്ടെങ്കിൽ പോലും അത് ഒരു ഗ്രോത്തിലേക്ക് വരുന്നില്ല, ഒരു സ്റ്റാഗ്നൻസി ഉണ്ടാവുന്നു, ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. നമ്മൾ ബിസിനസ്സിലാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ പിന്നോട്ട് പോവാണെന്ന് പറയാറുണ്ട്. ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുക എന്ന് പറയുന്നത്, നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ വേഗം മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും മുന്നോട്ട് പോകാന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെ എന്തുകൊണ്ടായിരിക്കും ഒരു ബിസിനസ് മുന്നോട്ട് പോകാത്തത്? ചില ബിസിനസ്സുകൾ ജസ്റ്റ് ഒരു ബിസി ആക്ടിവിറ്റി മാത്രമായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എല്ലാവരും ഒന്ന് ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ഒരു അടുത്ത ടോപ്പിക്കുകളിലേക്ക് പോവാം എന്നുള്ളതാണ്. ഇതിന്റെ കൂടെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എത്ര പേർക്ക് ഇവിടെയുള്ള എത്ര പേർക്ക് ഈ ഒരു
ഒരു ബിസിനസ്സിൽ നിന്നും ആസ് എ ഫൗണ്ടർ ഞാനൊന്ന് മാറി നിൽക്കുകയാണെങ്കിൽ എൻ്റെ ബിസിനസ് സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ബിസിനസ്സിൽ കുറേ കാര്യങ്ങൾ നടക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ ബിസിനസ്സിൽ കുറേ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന എത്ര പേരുണ്ട്? എനിക്കൊരു ജസ്റ്റ് ഒരു റെസ്പോൺസ് തരികയാണെങ്കിൽ അപ്പോൾ എനിക്കും ഒരു നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിനെ പറ്റിയുള്ള നീഡും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര പേരുണ്ട് ഒരു തംസപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ടോ ഒരു അപ്ഡേറ്റ് ഇടുകയാണെങ്കിൽ അത് നമുക്കൊരു നല്ലൊരു ക്ലാരിറ്റി തരുമായിരുന്നു. യെസ് നമുക്ക് മൾട്ടിപ്പിൾ ആൾക്കാർ ഞാൻ ബിസിനസ്സിൽ നിന്ന് ഒന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ബിസിനസ് സ്ലോ ആവാൻ സാധ്യതയുണ്ട്, ബിസിനസ്സിൽ പല കാര്യങ്ങളും നടക്കാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റെസ്പോൺസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതിൻ്റെ ഒരു മേജർ കാരണം എന്താണെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിൽ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. സോ ബിസിനസ് ബ്രേക്ക് ആയത് ഒരിക്കലും ഒരാൾ ലീവ് ചെയ്തുകൊണ്ടല്ല. ആർക്കും ലീവ് ചെയ്ത സമയത്ത് അയാളില്ലാതെ എന്ത് ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ടാണ് ആ ബിസിനസ് ബ്രേക്ക് ആയത്. ഞാൻ ഒന്നുകൂടി പറയാം, ഫൗണ്ടർ ലീവ് ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല ബിസിനസ് ബ്രേക്ക് ആയത് അല്ലെങ്കിൽ സ്ലോ ആയത്. ആ ബിസിനസ് സ്ലോ ആയത് വേറെ ആർക്കും അയാളില്ലാതെ എന്ത് ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ടാണ്. അയാളുടെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടായതുകൊണ്ടാണ്, അയാളുടെ ഡിപ്പെൻഡ് ആയതുകൊണ്ടാണ് ആ ഒരു ബിസിനസ് എന്നൊരു എക്കണോമിക് ആക്ടിവിറ്റിക്ക് സ്ലോ ഡൗൺ വന്നത് എന്ന് മനസ്സിലാക്കണം. അവിടെയാണ് സിസ്റ്റം തിങ്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആൻഡ് റെലവൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. സിസ്റ്റത്തിനെ നമ്മൾ പഠിപ്പിക്കുകയാണ് പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ബിസിനസ്സിനെ നമ്മൾ പഠിപ്പിക്കുകയാണ് പല കാര്യങ്ങൾ സിസ്റ്റത്തിലൂടെ എന്നുള്ളതാണ്. സോ ഒരു സിസ്റ്റത്തിന് അതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ, അതിന്റെ ഏറ്റവും ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. എ സിസ്റ്റം ഈസ് ദ ഡിസൈഡഡ് വേ ഓഫ് ഡൂയിങ് സംതിങ്, സോ ദ റിസൾട്ട് ഈസ് ദ സെയിം എവറി ടൈം ഹൂഎവർ ഡസ് ഇറ്റ്. സിസ്റ്റം എന്ന് മലയാളത്തിൽ പറഞ്ഞ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു രീതി, ഓർഡർ എന്നൊക്കെ വേണം നമുക്ക് പറയാം. അപ്പൊ നമ്മളൊരു കാര്യം നടക്കാൻ വേണ്ടി ഒരു വേ ഡിസൈഡ് ചെയ്യാണ്. ഈ വഴിയിലാണ് ഈ കാര്യം നടക്കേണ്ടത്. ആ വഴിയിൽ തന്നെ എപ്പോഴും നടക്കുന്നതിലൂടെ റിസൾട്ട് എപ്പോഴും സെയിം ആവുന്നു. എല്ലാ സമയത്തും ആര് ചെയ്താലും ഇത് സെയിം ആവുന്നു എന്നുള്ളതാണ്. അപ്പം എറർ കുറയ്ക്കാനുള്ള, എഫിഷ്യൻസി കൂട്ടാനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മളൊരു സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ തന്നെ ഈ കാര്യം നടക്കണം. ഈ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ബിസിനസ് മോഡലിൽ എൻ്റെ ടീമിന്റെ എൻ്റെ കാപ്പബിലിറ്റി അനുസരിച്ച് ഈ രീതിയിലായിരിക്കണം കാര്യങ്ങൾ നടക്കേണ്ടത്. അപ്പൊ ഒരു നിലപാടാണ്, ഒരു രീതിയാണ്, നമ്മൾ വെക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് ശരിക്കും സിസ്റ്റം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പം സിസ്റ്റം ഈസ് ദ ഡിസൈഡഡ് വേ ഓഫ് ഡൂയിങ് സംതിങ്, സോ ദ റിസൾട്ട് ഈസ് ദ സെയിം എവറി ടൈം ഹൂഎവർ ഡസ് ഇറ്റ്. അപ്പൊ ആര് ചെയ്താലും റിസൾട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല, എറർ കുറയുകയും എഫിഷ്യൻസി കൂടുകയും ചെയ്യുന്ന തരത്തിലാണ് ഒരു സിസ്റ്റത്തിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിലെ ഒരു സിസ്റ്റത്തിന് നമുക്ക് ചുമ്മാ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രാഫിക് സിഗ്നൽ തിരിക്കും നമുക്കൊരു വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊക്കെ മനസ്സിലാവുന്ന ഒരു സിസ്റ്റമാണ്. നമ്മൾ റോട്ടിൽ ഏത് വണ്ടി എടുത്ത് പോവുകയാണെങ്കിലും ഏത് തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള, ഏത് ജീവിത സാഹചര്യത്തിലുള്ള, എത്ര ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെങ്കിലും പാലിക്കേണ്ട ഒരു ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് റോഡിലെ ബ്ലോക്കുകൾ ഇല്ലാതിരിക്കണം, വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റണം ഒരു നിർബന്ധത്തോട് കൂടിയിട്ട് നമ്മുടെ ഗവേണൻസ് ആണെങ്കിലും നമ്മുടെ അതോറിറ്റീസ് ശരിക്കും കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ട്രാഫിക് സിഗ്നൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന് പലതരത്തിലുള്ള മാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു തീരുമാനിച്ച വേ ആണ്, ഇങ്ങനെ വേണം നമ്മുടെ ഒരു ജംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ട്രാഫിക് സിഗ്നൽ എന്നൊരു സിസ്റ്റം അവിടെ ക്യൂറേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ അഡ്വാൻറ്റേജിന് വേണ്ടി എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നു, എല്ലാവർക്കും ഒരു പരിധിക്കപ്പുറം സമയം നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതൊക്കെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാനും പറ്റും. ഇനി ഇവിടെ ആദ്യം എന്താണ് സിസ്റ്റം എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ബ്രീഫ് വന്നാലും ഇനിയും ബിസിനസ്സിലേക്ക് വരുമ്പോൾ എന്താണ് സിസ്റ്റം എന്നുള്ളത് ഇനിയും ഡീറ്റെയിൽ ആക്കേണ്ടതുണ്ട്. പക്ഷെ അതിന് മുന്നേ എന്തല്ല സിസ്റ്റം എന്ന് മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ശരിക്കും ഇരുട്ടിൽ തപ്പുന്ന പോലെ പല ഫൗണ്ടേഴ്സും നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പല സിസ്റ്റങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പല രീതിയിലുള്ള അപ്രോച്ചുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ പലതിലും നമുക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല. പല കാര്യങ്ങളിലും നമുക്ക് വിചാരിച്ച അഡ്വാൻറ്റേജ് കിട്ടിയിട്ടില്ല. ഒരുപാട് സമയം, ഒരുപാട് പൈസയൊക്കെ നമുക്ക് അത്തരത്തിലുള്ള കുറെ ശ്രമങ്ങളിൽ പോയിട്ടുണ്ടെന്നൊക്കെ നമ്മളോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ അതിന്റെ പിറകിലുള്ള കുറച്ച് തെറ്റിദ്ധാരണകളെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത്. സിസ്റ്റം എന്നാൽ ഇതൊന്നുമല്ല എന്നുള്ളതാണ് ശരിക്കും ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റത്തെ ശരിക്കും സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണെന്നൊരു പൊതുവെ എല്ലാവരും ചിന്തിക്കാറുണ്ട്. സിസ്റ്റം എന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ഉറപ്പായിട്ടും സോഫ്റ്റ്വെയർ ഒരു കോംപ്ലിമെന്ററി പാർട്ട് ഓഫ് സിസ്റ്റമാണ്, സിസ്റ്റത്തിന്റെ പാർട്ടാണ് സോഫ്റ്റ്വെയർ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ സോഫ്റ്റ്വെയർ എന്ന് മാത്രമല്ല സിസ്റ്റം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുക, ഒരു എന്റർപ്രൈസ് സൊല്യൂഷൻ, BRP അല്ലെങ്കിൽ ഒരു സാസ് ടൂൾ, അല്ലെങ്കിൽ ഇന്നിപ്പോ ഒരു AI ഏജന്റ് എന്നൊക്കെ പറയുന്ന ഒരു ടെക്
പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ ഒരു ഫോട്ടോയിൽ കാണിച്ച പോലെ തന്നെ അതൊരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. സോഫ്റ്റ്വെയറിന്റെ പിറകിലായിട്ട് ആ സിസ്റ്റത്തിനെ റൺ ചെയ്യേണ്ട പ്രോസസ്സുകളും അതുപോലെ അത് ഹാൻഡ് ഹോൾഡ് ചെയ്യേണ്ട പീപ്പിൾ ആണെങ്കിലും അതിനെ മൊത്തം മോണിറ്റർ ചെയ്യേണ്ട തരത്തിലുള്ള ഹാബിറ്റ്സ് ആണെങ്കിലും ഒരു ബിസിനസ്സിൽ വേണമെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതിനൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഡീകോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ആദ്യത്തെ മിത്ത് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ മാത്രമല്ല സിസ്റ്റം. സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ പാർട്ടല്ല എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. ഒരു സോഫ്റ്റ്വെയർ മാത്രമല്ല സിസ്റ്റം എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ പലർക്കും ഇപ്പൊ സിസ്റ്റം എന്നുള്ള വാക്കിനെ കേൾക്കുമ്പോൾ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്, ഞാൻ ഒരു ഓട്ടോ പൈലറ്റിൽ എന്റെ ബിസിനസ് റൺ ചെയ്യും എന്നുള്ള തരത്തിലുള്ള ചില തെറ്റിദ്ധാരണകളും ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരിധി വരെ നമ്മൾ ഒരു ഗ്രോയിങ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ ഫൗണ്ടറെ കുറച്ച് കാര്യങ്ങളിൽ നിന്നെങ്കിലും ഫ്രീ ആക്കുകയും കുറച്ച് കാര്യങ്ങളിൽ നിന്നൊക്കെ ഫൗണ്ടർ ഡിപ്പെൻഡൻസി കുറയ്ക്കുകയും ചെയ്യുമെങ്കിലും ഇതൊരിക്കലും ഫൗണ്ടർക്ക് കംപ്ലീറ്റ്ലി ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കാനുള്ള തരത്തിലല്ല സിസ്റ്റം ഉണ്ടാവുക. സിസ്റ്റം എന്ന് പറയുന്നത് എവിടെയാണോ ഫൗണ്ടർ തന്നെ വേണ്ടത്, ഫൗണ്ടർ ഉണ്ടായാൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അവിടെ ഫൗണ്ടർ ഇടപെടുന്ന രീതിയിലുള്ള ശീലങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സിസ്റ്റം ചെയ്യുന്നത്. സിസ്റ്റം ഒരിക്കലും ഫൗണ്ടറെ മാറ്റിക്കൊണ്ട് ഫൗണ്ടറിനെ എളുപ്പമാക്കിക്കൊണ്ട് ബാക്കിയെല്ലാം ഓട്ടോ പൈലറ്റ് ആയിട്ട് നടക്കുക എന്നുള്ളതല്ല. ഈവൻ ഓട്ടോ പൈലറ്റ് എന്നുള്ള ടേം പറഞ്ഞുകൊണ്ട് തന്നെ ഓട്ടോ പൈലറ്റ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ഫ്ലൈറ്റിലാണെങ്കിൽ പോലും പൈലറ്റ് അതിനെ ഓഫ് ട്രാക്ക് ആയിട്ട് പോകുന്നുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ബഗുകൾ ഉണ്ടോ, എററുകൾ ഉണ്ടോ ചെക്ക് ചെയ്യാൻ പൈലറ്റ് അവിടെ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ ഫൗണ്ടറുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ, ഫൗണ്ടറുടെ എഫേർട്ട്, ഫൗണ്ടറുടെ സമയം ചിലപ്പോൾ പല മീറ്റിങ്ങുകളിലേക്കായിരിക്കാം, ചിലപ്പോൾ ചില ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സുകൾ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ വളരെ കീ ആയിട്ടുള്ള ചില എലമെന്റിലൊക്കെ ഫൗണ്ടറിന്റെ ഇൻവോൾവ്മെന്റ് അപ്പോഴും മസ്റ്റായി തന്നെ വേണ്ടി വരും. അത് ഒരു വളരെ വലുതായ ഒരു ഫേമിൽ ചിലപ്പോൾ വേറൊരു മാനേജ്മെന്റിനെ നമ്മൾ ഹയർ ചെയ്യുകയോ അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വേണ്ടി വന്നില്ലാതെ വരും. പക്ഷെ ആ ഒരു ഗ്രോത്ത് സ്റ്റേജിലുള്ള ഫേമുകളിൽ ഫൗണ്ടർക്ക് എൻറ്റയർലി മാറി നിൽക്കാൻ പറ്റും എന്നുള്ള രീതിയിലല്ല നമ്മുടെ സിസ്റ്റത്തിൽ മനസ്സിലാക്കേണ്ടത്. വേണ്ട സ്ഥലങ്ങളിൽ ഫൗണ്ടർ തന്നെ ഇടപെടേണ്ടി വരും. പക്ഷെ ഒരുപാട് കാര്യങ്ങളിൽ ഫൗണ്ടർ ഡിപ്പെൻഡൻസി കുറയ്ക്കാനും ടീമിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്ന തരത്തിലായിരിക്കും ഒരു വ്യവസ്ഥ ഉണ്ടാവും. ഈ ചിത്രത്തിൽ കാണിക്കുന്ന ഒരു ഓർക്കസ്ട്രേറ്റർ ആയിട്ട് ശരിക്കും അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്ര, ഒരു കണ്ടക്ടർ, ഓർക്കസ്ട്രേറ്റർ കണ്ടക്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫൗണ്ടർക്ക് നിൽക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും സിസ്റ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു മിത്തിലേക്ക് വരികയാണെങ്കിൽ ഓരോ സിസ്റ്റവും ഒരു ഇൻഡിപെൻഡന്റ് ആണ് എന്ന രീതിയിൽ പലരും സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു സിസ്റ്റവും അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല നിൽക്കേണ്ടത്. ഇപ്പൊ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒരു കളക്ഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റുകളാണ്, കളക്ഷൻ ഓഫ് ഇന്റർ കണക്റ്റഡ് സിസ്റ്റം ആയിരിക്കണം എപ്പോഴും ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഒരു എക്കോ സിസ്റ്റം ആയിട്ട് തന്നെ മാറേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലീനിയർ ഗ്രാഫ് പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് അട്രാക്ട് ചെയ്യുന്നു ലീഡിനെ, സെയിൽസ് ആ ലീഡുകളെ കൺവേർട്ട് ചെയ്യുന്നു, ഓപ്പറേഷൻ നമ്മൾ മാർക്കറ്റിലോട്ട് പ്രോമിസ് ചെയ്ത് തന്നെ ഡെലിവർ ചെയ്യുന്നു, സപ്പോർട്ട് കസ്റ്റമർ സപ്പോർട്ട് ടീം അവരെ കസ്റ്റമേഴ്സിനെ റിട്ടൈൻ ചെയ്യുന്നു, ഫിനാൻസ് അതിനെ മൊത്തം മെഷർ ചെയ്യുന്നു, R&D കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഒരു വീക്ക് ലിങ്ക് ഉണ്ടെങ്കിൽ അത് എൻറ്റയർ ചെയിനെ പലതരത്തിൽ അഫക്ട് ചെയ്യും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത്രയ്ക്കും ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് ഏതൊരു ബിസിനസിന്റെയും ഉള്ളിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ എന്താണ് സിസ്റ്റം? ഇനി ഒരു ബിസിനസ് കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ എന്താണ് സിസ്റ്റം എന്നും കൂടി ക്വിക്കായിട്ട് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാണ്. സോ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ് ബിസിനസ് റിമൈൻഡ് ചെയ്യുന്നത്? സോ എ സിസ്റ്റം ഈസ് ഹൗ യുവർ ബിസിനസ് റിമെമ്പേഴ്സ്, സോ യു ആൻഡ് യുവർ ടീം ഡോണ്ട് ഹാവ് ടു. ഇപ്പൊ നമ്മുടെയൊക്കെ ഇൻഡിപെൻഡന്റ് ഓർമ്മയിൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്യാപ്പബിലിറ്റിയിൽ നമ്മളൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കഴിവിൽ മാത്രം ഡിപ്പെൻഡഡ് ആവരുത് ഒരു ബിസിനസ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു സിസ്റ്റത്തിന്റെ റെലവൻസ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആ സിസ്റ്റം ആയിരിക്കണം നമ്മളെ ഡ്രൈവ് ചെയ്യേണ്ടത്. നമ്മുടെ ഒരു ഫ്യൂച്ചറിലാണെങ്കിലും 10 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ കാലശേഷം പോലും നമ്മൾ ബിസിനസ് വളരെ സസ്റ്റൈനബിളി ഗ്രോ ചെയ്യണം എന്നൊക്കെയാണ് നമ്മുടെ വിഷൻ എന്നുണ്ടെങ്കിൽ സിസ്റ്റം ആയിരിക്കണം നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ക്വിക്ക് ആയിട്ടുള്ള ഒരു കമ്പാരിസണിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വിത്തൗട്ട് എ സിസ്റ്റം ആൻഡ് വിത്ത് എ സിസ്റ്റം എന്നുള്ള ഒരു ടാബുലർ കമ്പാരിസൺ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാ ദിവസവും പുതിയ രീതിയിൽ തുടങ്ങുന്നത് ചിലപ്പോൾ വിത്തൗട്ട് സിസ്റ്റം ആയിരിക്കും. എല്ലാ ദിവസങ്ങൾക്കും നമ്മളൊരു പാറ്റേൺ ഡിസൈൻ ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാവരും ആ ഒരു പാറ്റേണിൽ വർക്ക് ചെയ്യുന്നതാണ് ഒരു സിസ്റ്റമാറ്റിക് വേ എന്ന് തന്നെ നമുക്ക് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഒരേ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ടീമിന്റെ ഇടയിൽ ഉണ്ടാവുന്നു. ടീം മീൻസ് ഫൗണ്ടറിനോടാണെങ്കിലും പലതരത്തിലുള്ള ഒരേ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് അവിടെ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പല ചോദ്യങ്ങൾക്കും ആൻസർ ആയിക്കൊണ്ട് പല സിസ്റ്റങ്ങളും പല പോളിസികളും പല പ്രൊസീജിയറുകളും ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ ആ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുകയും പല ചോദ്യങ്ങൾക്കുള്ള സ്പേസ് കുറയുകയും ചെയ്യുന്നതാണ് ഒരു സിസ്റ്റമാറ്റിക് വേ എന്ന് പറയുന്നത്. ഇനി വിതൗട്ട് സിസ്റ്റമായിട്ട് ശരിക്കും ഔട്ട്പുട്ട്, ഇപ്പൊ ഒരു കാര്യം ചെയ്തിട്ട് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ആരാണോ അന്ന് വന്നത് അല്ലെങ്കിൽ ആർക്കാണോ അതിൽ കഴിവുള്ളത് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ ഒരു സിസ്റ്റം ഇല്ലാത്ത സ്ഥലത്ത് ഔട്ട്പുട്ട് ഉണ്ടാവുക. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വേയിൽ നമ്മൾ എന്താണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിൽ ആര് ആ ഒരു പ്രോസസ്സ് റൺ ചെയ്യുമ്പോഴും അതിന്റെ ഔട്ട്പുട്ട് വളരെ സ്റ്റാൻഡേർഡ് ഉള്ള എഫിഷ്യന്റ് ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി വിതൗട്ട് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഫൗണ്ടർ ആണ് പലതിന്റെ ആൻസർ ആയിട്ട് നിൽക്കുന്നുണ്ടാവുക.
ഒരു നമ്മളൊരു ബിസിനസ് കോൺടാക്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രൈസിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പോളിസി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോളിസിയിൽ ശരിക്കും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഒരു കസ്റ്റമർ നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ഇത്ര വരെ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും നമ്മുടെ ബിസിനസിന്റെ ഫീസിബിലിറ്റി അനുസരിച്ച് എന്ന് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും പോളിസി അനുസരിച്ച് സെയിൽസ് ടീമിന് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു പോളിസി ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും സെയിൽസ് ടീമിന് ഫൗണ്ടറിനോട് ചോദിക്കേണ്ടി വരും, നമുക്ക് എത്രയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും, എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അവിടെ സമയം വളരെയധികം ഡിലേ വരെയാണ്, നമ്മളെ സെയിൽസ് കൺവേർട്ട് ആവാത്ത ഇഷ്യൂസ് വരുന്നുണ്ടാവാം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ പ്രോസസ് ആണ് എപ്പോഴും ആൻസർ ചെയ്യുന്നത്. നമ്മളൊരു വേ ഓഫ് ഡൂയിങ് ഇറ്റ് എന്നുള്ളത് എപ്പോഴും ആൻസർ ചെയ്യുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ ഇപ്പം സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മൊത്തം ഒരു സിസ്റ്റം എന്നുള്ളത് ഒരു എക്കോ സിസ്റ്റത്തിന് നമ്മൾ അല്ലെങ്കിൽ ഒരു മൊത്തം വ്യവസ്ഥേനെ പറയുമ്പോഴും ഒരു മെക്കാനിസങ്ങൾ, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മെക്കാനിസങ്ങൾ ഈ സിസ്റ്റത്തിനെ അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ സിസ്റ്റം റൈറ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, അതിനെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെക്കാനിസങ്ങൾ അതിന്റെ ചുറ്റും നടക്കേണ്ടതുണ്ട്. ഇപ്പോ ആ ഒരു മെക്കാനിസം അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ശരിക്കും ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ കാലങ്ങളായിട്ട് വളരെ മാനേജ്മെന്റിൽ വളരെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളും കൂടിയാണ്. ഇതിനെപ്പറ്റി വളരെ സോളിഡ് ആയിട്ടുള്ള എക്സാമ്പിളുകളിലൂടെ അടുത്ത സ്ലൈഡുകളിലേക്ക് നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഒരു സിസ്റ്റം എഫക്റ്റീവായിട്ട് നടക്കാൻ വേണ്ടി ഒരുപാട് മെക്കാനിസങ്ങൾ അവിടെ നടക്കേണ്ടതുണ്ട്. അത് ഓരോ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ച് നമ്മുടെ ബിസിനസിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചൊക്കെ നമുക്കിത് ക്യൂറേറ്റ് ചെയ്യാനും പറ്റണം എന്നുള്ളതാണ്. അപ്പൊ ഈ മെക്കാനിസം എന്നുള്ള ടേമിന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അവിടെയാണ് ഒരു സിസ്റ്റം, നമ്മളൊരു നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതിൽ അതൊരിക്കലും എഫക്റ്റീവ് ആവുന്നില്ല. ആ സോഫ്റ്റ്വെയറിന് വേണ്ട ട്രെയിനിങ്ങിനുള്ള മെക്കാനിസം ഉണ്ടാവുന്നു. പുതിയ വരുന്ന ഒരാൾക്ക് അതിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഓറിയന്റേഷൻ കൊടുക്കുന്നതിനുള്ള മെക്കാനിസം വേണ്ടതുണ്ട്. അത് കറക്റ്റായിട്ട് എല്ലാവരും അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്തേണ്ട മെക്കാനിസം വേണ്ടതുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നാൽ അത് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള മെക്കാനിസം വേണ്ടതുണ്ട്. അതിന് ഒരു തരത്തിൽ അവിടുന്ന് ഒരു മൈഗ്രേഷൻ, അടുത്ത ലെവൽ ഓഫ് മൈഗ്രേഷൻ വേണമെങ്കിൽ എങ്ങനെ വേണം എന്നുള്ള മെക്കാനിസം വേണ്ടതുണ്ട്. അപ്പൊ ഒരുപാട് മെക്കാനിസങ്ങൾ വരുമ്പോഴാണ് ഈ സിസ്റ്റം നടക്കുക. ഏതൊരു വ്യവസ്ഥയും നടക്കുക ഒരു മെക്കാനിസം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാം. ഒരു എക്സാമ്പിളിലൂടെ പറയുന്നുണ്ട്, അവിടെ ഞാൻ അധികം ഡീറ്റെയിൽ ആക്കുന്നില്ല. അപ്പൊ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ, ഇപ്പൊ ഞാനിതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണം തന്നെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു സെയിൽസിന്റെ പ്രോസസ്സിലേക്ക് തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് ഒരു മാർക്കറ്റിംഗിൽ നിന്നൊരു ലീഡ് വരികയാണ്, അതൊരു ഇൻപുട്ട് ആയിട്ട് കണക്കുകയാണെങ്കിൽ പ്രോസസ് എന്ന് പറയുന്നത് ആ സെയിൽസിന്റെ സിസ്റ്റത്തിനകത്ത് നമ്മൾ ആ ലീഡ് കിട്ടി ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ അവരെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. അവരെ കണക്ട് ചെയ്ത് അവർക്ക് എന്താണ് ആവശ്യം എന്ന് പല ചോദ്യങ്ങളിലൂടെ ചോദിക്കേണ്ടതുണ്ട്. ഒരു സ്ക്രിപ്റ്റിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് ഓർ സർവീസ് അവർക്ക് സെല് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രോസസ്സ്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ആ ഒരു ലീഡിനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ആ ലീഡിനെ നമുക്ക് ലോസ്റ്റ് ആയി എന്നുള്ള രണ്ട് ഔട്ട്പുട്ടാണ് അവിടെ ഉണ്ടാവുക. അപ്പൊ രണ്ടിൽ നിന്നാണെങ്കിലും ഒരു ഫീഡ്ബാക്ക് വീണ്ടും മാർക്കറ്റിംഗിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ലീഡ് ഒന്നെങ്കിൽ ഈ ലീഡിന്റെ ക്വാളിറ്റിയിൽ ഇഷ്യൂ ഉണ്ട്, ഈ ലീഡ് ക്ലോസ് ആയില്ല, അല്ലെങ്കിൽ ലീഡിന് ഒരു ഒബ്ജക്ഷൻ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഫീഡ്ബാക്ക് പോകുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ലീഡ്സ് മാർക്കറ്റിംഗിന് പിന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അത് മാറും എന്നുള്ളതാണ്. അപ്പൊ സിസ്റ്റത്തിലെ ഫീഡ്ബാക്ക് ലൂപ്പിനും ഈ പറഞ്ഞ ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് എന്നതും ഫീഡ്ബാക്ക് ലൂപ്പിനും ഇവിടെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇത്തരത്തിൽ വേണം നമ്മുടെ ടീമിന്റെ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫീഡ്ബാക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയും നമ്മൾ അടുത്തൊരു ഇതിലേക്ക് വരുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. സോ ഒറ്റൊരു സിമ്പിൾ എക്സാമ്പിളോട് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഒരു പാർട്ടിൽ നിന്നും അടുത്ത നസീറിന്റെ ഒരു പോർഷനിലേക്ക് കൂടി പോവുകയാണ്. സോ നമ്മൾ പലപ്പോഴും നമ്മൾ പ്രത്യേകിച്ചും കോഴിക്കോടിന്റെ സാഹചര്യത്തിലൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ ഭക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരും കൂടിയാണ് കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളെപ്പോഴും പല റെസ്റ്റോറൻറ്റ്സും നമ്മൾ വളരെ അടിപൊളിയാണ്. നമ്മൾ പല ആൾക്കാർക്കും റെഫർ ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു റിലയബിലിറ്റി, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ നല്ല ഫുഡ് കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ പലപ്പോഴും റെഫർ ചെയ്യുകയും ചെയ്യുക. അപ്പൊ അവിടെ എന്തുകൊണ്ടായിരിക്കും, അവിടെ എന്ത് സിസ്റ്റങ്ങളുള്ളതുകൊണ്ടാണ് ഇത് നടക്കുന്നത്? ഒറ്റൊരു റെസിപ്പി, ഒരൊറ്റൊരു പ്രോസസ്സ്, ഒറ്റൊരു സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് ഈവൻ ഷെഫ് മാറിയാൽ പോലും അല്ലെങ്കിൽ ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും ഒരേ തരത്തിലുള്ള ഒരു ഡിഷ്, ഒരു ഫുഡ് അവിടുന്ന് എന്തുകൊണ്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക? അപ്പൊ അതൊരു സിസ്റ്റമാണ്. സിസ്റ്റം എന്ന് പറയുന്നത് ഒരു റെസിപ്പിയിൽ ഒറ്റൊരു പ്രോസസ്സിൽ ഒറ്റ സ്റ്റാൻഡേർഡിൽ ഇത് കൊടുക്കണം എന്നുള്ള സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് റെസ്റ്റോറന്റിന്റെ ഓർഡർ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേ തരത്തിലുള്ള പ്രോഡക്റ്റ് അവിടെ ഡെലിവർ ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു മെക്കാനിസം എന്തായിരിക്കും നോക്കുകയാണെങ്കിൽ, നമ്മുടെ റെസിപ്പി ചിലപ്പോൾ റിട്ടേൺ ആക്കി ചിലപ്പം നമ്മുടെ കിച്ചണിൽ ഇത് കീപ്പ് ചെയ്തിട്ടുണ്ടാവാം, അത് വരുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവാം, ഒരേ ക്വാണ്ടിറ്റി ഓഫ്
വെസലിൽ ഒരേ അളവിലുള്ള ഒരേ സമയത്ത് കുക്ക് ചെയ്തിട്ടുള്ള ഒരേ ലെവൽ ഓഫ് ഫ്ലെയിമിൽ പോലും ആയിരിക്കാം ചിലപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതൊരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ ഇനി ഷെഫ് ആണെങ്കിൽ പോലും എല്ലാ പ്ലേറ്റും അത് ടേബിളിലേക്ക് ലീവ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വിഷ്വലി ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ. അതുപോലെ കസ്റ്റമറുടെ കംപ്ലൈന്റ് എല്ലാ ആഴ്ച റിവ്യൂ ചെയ്തിട്ട് അതിൽ ഇംപ്രൂവ്മെന്റ്സ് വരുത്തുന്നുണ്ടാവാം. ഇത്തരത്തിലുള്ള മെക്കാനിസങ്ങളൊക്കെ ഈ സിസ്റ്റത്തിനനുസരിച്ച് സിസ്റ്റത്തിനെ ചുറ്റിപ്പറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണർ അവിടെ ഇല്ലെങ്കിൽ പോലും ഓണർ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സെയിം സ്റ്റാൻഡേർഡ്സിൽ സെയിം ഡെലിവറിയിൽ പോകുന്നുണ്ട് വിത്തൗട്ട് എനി ഇഷ്യൂസ് എന്നുള്ളത് ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ട്. നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ഒരു കോമൺ സെൻസിൽ അല്ലെങ്കിൽ നമ്മൾ ക്രിട്ടിക്കലായിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഫ്രാഞ്ചൈസി പോലത്തെ മോഡലുകളിലൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു മക്ഡൊണാൾഡ്സിൽ നമ്മൾ ഇപ്പം ഇന്ത്യക്ക് പുറത്തു പോയാലും അല്ലെങ്കിൽ കോഴിക്കോടുള്ള ഒരു മക്ഡൊണാൾഡ്സിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സെയിം ആണെന്ന് പറയുന്നത് അവർ ആ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ അവർ ആ ഗെയിം അവർ വർക്ക് ആവുന്നതുകൊണ്ടാണ്. ഏത് ഫ്രാഞ്ചൈസി മോഡൽ നോക്കിയാലും അല്ലെങ്കിൽ ഏത് ഗ്ലോബൽ ചെയിനുകളെ നോക്കിയാലും നമുക്ക് ഈ ഒരു സിമിലാരിറ്റി സെൻസ് ചെയ്യാൻ പറ്റും. കസ്റ്റമർ എക്സ്പീരിയൻസിനെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നതിന് മൊത്തത്തിൽ അവിടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ നടന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു സിസ്റ്റത്തിന്റെയും ഈ പറഞ്ഞ മെക്കാനിസം അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നതിന്റെയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഇതോടുകൂടി തന്നെ നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ചധികം പ്രൊജക്റ്റുകളിൽ നിന്നും നമ്മുടെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ഒബ്സർവേഷനിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള മസ്റ്റ് ഹാവ് സിസ്റ്റത്തിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് എല്ലാവർക്കും പറയുന്നതിന് വേണ്ടിയിട്ട് എന്റെ കോഫൗണ്ടറായിട്ടുള്ള നസീബ് തടത്തിലും ഈ ഒരു ഈ ഒരു വെബിനാറിലുണ്ട്. സോ ഐ എം പാസിംഗ് ദ മൈക്ക് ടു ഹിം. സോ നസീബ് പ്ലീസ് കണ്ടിന്യൂ. യെസ് താങ്ക് യു ഫോർ ദ വാം ഇൻട്രോ. അർജുൻ സംസാരിച്ചപ്പോ ഞാൻ ഒരു വാക്ക് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തു, പാറ്റേൺ എന്ന് പറയുന്നതിനെ ഞാൻ നോട്ട് ചെയ്തു. സിസ്റ്റത്തിനെ നമ്മൾക്ക് എപ്പോഴും ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കൂടിയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു മെറ്റഫർ അർജുൻ യൂസ് ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ വളരെ ഗ്രോയിങ് ആയിട്ടുള്ള മന്ത്ലി ഒരു 1 ലക്ഷം അല്ലെങ്കിൽ ഒരു 3 ലക്ഷം രൂപ മാത്രം റവന്യൂ ചെയ്യുന്ന കമ്പനികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ മന്തിലും വളരെ എന്താ പറയാ വലിയ റേഞ്ചിൽ കോടികളോളം രൂപ റവന്യൂവിൽ ചെയ്യുന്ന കമ്പനികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കമ്പനികളിലൊക്കെ എന്നും നമ്മളും ഫൗണ്ടറൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സിസ്റ്റങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഭയങ്കര ഇൻഫർമേഷൻ ഉള്ളൊരു ലോകത്തായതുകൊണ്ട് ആണെന്ന് തോന്നുന്നു എല്ലാവരും ഇപ്പൊ സിസ്റ്റത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. സിസ്റ്റം ഉണ്ടാക്കണം, എന്റെ കമ്പനിയിൽ ഒരു സിസ്റ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു 3 സിസ്റ്റങ്ങളാണ് ഇന്ന് ശരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം നമ്മളൊക്കെ ഞാൻ എപ്പോഴും പല വർക്ക്ഷോപ്പിൽ ഒരു എക്സാമ്പിൾ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്, എത്ര പേർക്ക് നീന്താൻ അറിയാമെന്ന്. അപ്പൊ പലരും കൈയൊക്കെ പൊന്തിക്കും, എനിക്ക് നീന്താൻ അറിയാമെന്ന്. അപ്പൊ ഞാൻ പിന്നീടും അതിൽ കുറച്ചധികം ചോദ്യം ചോദിക്കുന്ന സമയത്ത് പലർക്കും നീന്താൻ അറിയുന്നതിന്റെ ആ ഒരു ഡെപ്ത് ഡിഫറെന്റ് ആണ്. പലർക്കും ചിലപ്പോൾ മുകളിലൂടെ മാത്രമാണ് നീന്താൻ അറിയാം, ചിലർക്ക് എന്താ പറയാ ഒരു സമയം ഒരു നിശ്ചിത സമയം വെള്ളത്തിന്റെ അടിയിൽ കീപ്പ് ചെയ്തുകൊണ്ട് തിരിച്ചു വരാൻ കഴിയും, ചിലർക്ക് സ്പീഡിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് അപ്പൊ നമ്മൾ ഏതൊരു ബിസിനസിന്റെ സിസ്റ്റം എത്രത്തോളം നിങ്ങൾ സിസ്റ്റമാറ്റിക് ആണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സിസ്റ്റം ഉണ്ട്, ഒരു രീതിയാണല്ലോ സിസ്റ്റം. സെയിൽസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ, മാർക്കറ്റിംഗ് ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് എൻഡ് ഔട്ട്കംസ് മേ ബി ഒരു ബിസിനസിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ബിസിനസിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പല രീതികൾ അവിടെ എന്തായാലും ഉണ്ടാവും. ടീമിനായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടാവും, റിവ്യൂ ഉണ്ടാവും. പക്ഷെ എപ്പോഴും ഒരു സിസ്റ്റം സസ്റ്റൈനബിൾ ആവുന്നതും ഇഫക്റ്റീവ് ആവുന്നതൊക്കെ നിർണ്ണയിക്കുന്നത് അതിന്റെ സ്ട്രക്ചറാണ്. അതെങ്ങനെയാണ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് ടോട്ടലി ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ 3 സിസ്റ്റങ്ങളാണ് പറയാൻ പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അത് മോർലി അസോസിയേറ്റഡ് വിത്ത് സെയിൽസ് കൺവേർഷൻ ആണ് നമ്മൾ സംസാരിക്കുന്നത്. സെയിൽസിന്റെ കൺവേർഷൻ കൂട്ടാനുള്ള ഒരു സിസ്റ്റമാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എപ്പോഴും ഫൗണ്ടേഴ്സ് ആഗ്രഹിക്കുന്നതാണ് ടീമിൽ പല കാര്യങ്ങളും റൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടീം കുറച്ചുകൂടി ഉത്തരവാദിത്തം എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ബിസിനസിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സിൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ബിസിനസ് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഫ്രീ ആവാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ബിസിനസിന് അടുത്ത ലെവലിലേക്ക് ചിന്തിക്കാനുള്ള സമയം എനിക്ക് കിട്ടും എന്നൊക്കെ പലപ്പോഴും ഫൗണ്ടേഴ്സ് പറയാറുണ്ട്. അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കലി അതിലേക്ക് എത്താം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇന്റേണലി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം എന്താണെന്നുള്ളതാണ് സെക്കൻഡ്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. തേർഡ് തിങ് എന്ന് പറയുന്നത് എല്ലാ ബിസിനസിന്റെയും കോറായിട്ട് ഒരു 2 വർഷമായിട്ട് ഞാൻ എവിടെ പോയാലും സംസാരിക്കുന്ന ഒരു വിഷയമാണ് മൂന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം അതൊരു പവർഫുൾ സിസ്റ്റമാണ്. ഏതൊരു ബിസിനസ്സിനും വേണ്ട വളരെ പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റമാണ് പ്ലാനിങ് ആൻഡ് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അത് ചില ബിസിനസ്സുകളിലൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അതിനൊരു പുതിയ സ്ട്രക്ചർ തരാനായിരിക്കും നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ സിസ്റ്റത്തിലേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ് ഡൈവ് ചെയ്ത് നമ്മൾ സംസാരിക്കാൻ പോവാണ്.
അപ്പൊ ഇതിൽ ഞാൻ ആദ്യം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എല്ലാ ഫൗണ്ടേഴ്സിനും ആഗ്രഹമുള്ള, ഞാൻ എപ്പോഴും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയായിരിക്കും നമുക്ക് കൺവേർഷൻ കൂട്ടാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ കൺവേർഷൻ കൂട്ടണം നിങ്ങൾ റിയലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ചങ്ങലയായ സിസ്റ്റം ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നൊന്നിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു 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 കാര്യമാണ് കൺവേർഷനായിട്ട് അസോസിയേറ്റ് ചെയ്ത് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഇതൊരു ഒറ്റ ഇനീഷ്യേറ്റീവിലൂടെ നിങ്ങൾക്ക് ഫുൾഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള തിരിച്ചറിവോട് കൂടി നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇതിന്റെ ഒരു മോർ ഒബ്ജക്റ്റീവ്സ് അല്ലെ, ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ കൂടുതൽ കൺവേർഷൻ വേണം, കൂടുതൽ ലീഡ് വേണം, കൂടുതൽ എക്സ്പെക്റ്റഡ് ബിസിനസ് വേണം എന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് ഒരു കൺവേർഷൻ റേഷ്യോനെ ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വരുന്നത്. അപ്പൊ അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കൺവേർഷൻ റേഷ്യോ കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇന്ന് നിലവിൽ എത്രയാണെന്ന് നമുക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും കൺവേർഷനെ എഫക്ട് ചെയ്യുന്നത് കോൺവെർസേഷൻ ആണല്ലോ. ഒരു ഡെമോയിലൂടെ ആയിരിക്കാം മേ ബി ഒരു കൺവേർഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനിലൂടെ ഒരു ടെലികോളിംഗിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റിലൂടെ ആയിരിക്കും ഒരു കൺവേർഷൻ സംഭവിക്കുന്നത്. അപ്പൊ ആ കൺവേർഷന് സംഭവിക്കുന്നതിന്റെ കോൺവെർസേഷന്റെ ക്വാളിറ്റി നമുക്ക് അറിയണമെങ്കിൽ അത് നമുക്ക് മെഷർ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്തേ പറ്റൂ. ഒരു 90% ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഫൗണ്ടേഴ്സിനോട് ചോദിക്കുന്ന സമയത്തും അവിടെ വളരെ വോയിഡ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് വരാറുള്ളത്. നിങ്ങൾ കോൾ റെക്കോർഡിംഗ് കേൾക്കാറുണ്ടോ? അല്ലെങ്കിൽ സെയിൽസിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടീം ലീഡ് അല്ലെങ്കിൽ സെയിൽസ് മാനേജേഴ്സ് റെഗുലർ ആയിട്ട് കോൾ റെക്കോർഡ് കേൾക്കാറുണ്ടോ? അവർ കോൾ റെക്കോർഡ് ചെയ്ത് അതിനെ സ്കോർ ചെയ്യാറുണ്ടോ? അതിനനുസരിച്ച് എക്സിക്യൂട്ടീവ്സിന് ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാർഡ്ലി സാഡ് റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം ഇസ് നോ. സംതിങ് ഈസ് ഹാപ്പനിങ്. ചിലപ്പോൾ കോളുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടാവാം, പക്ഷെ ഇത്ര കോളുകളെങ്കിലും കേട്ടിട്ട് ഈ രീതിയിലുള്ള ഒരു സ്കോർ കൊടുക്കണം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഫീഡ്ബാക്ക് കൊടുക്കണം എന്ന് പറയുന്ന പോയിന്റിൽ ഫെയിലിയർ ആവുന്ന ഓർഗനൈസേഷൻ പലപ്പോഴും ഉണ്ട്. കൺവേർഷൻ കൂട്ടണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചങ്ങലയായ സിസ്റ്റം ആവുമ്പോൾ അതിൽ ഒരു കണ്ണി പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ എൻഡിൽ റിസൾട്ട് വരില്ല എന്നുള്ളത് പൂർണ്ണമായും നിങ്ങൾ മനസ്സിലാക്കണം. കൺവേർഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ കോളുകൾ റെക്കോർഡ് ചെയ്യപ്പെടണം. കോളുകൾ റെക്കോർഡ് ചെയ്തിട്ട് അതിന് അഗെയിൻസ്റ്റ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് അവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. വലിയ ഓർഗനൈസേഷൻ ആയിട്ടുള്ളത് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ എടെക്കിലേക്കാവാം, മാനുഫാക്ചറിങ് ബിസിനസ്സുകളിലേക്കാകാം, ഹൂവർ ഡീലിംഗ് വിത്ത് പ്രോസ്പെക്ട്സ്, ക്ലയന്റുമായിട്ട് ഒരു കോൺവെർസേഷനിലൂടെ സെയിൽ നടത്തുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തില് കോൺവെർസേഷന്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്തുകൊണ്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്ന സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഒരാളുടെ പെർഫോമൻസുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെയിൽസിന്റെ ടീം ലീഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സെയിൽസിന്റെ മാനേജർ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കോൾ റെക്കോർഡ് ചെയ്ത് എത്ര എണ്ണം കൊടുക്കണം. അപ്പൊ ഒരു വീക്കിലി റാൻഡം സാമ്പിൾ ആയിട്ട് ഓരോ എക്സിക്യൂട്ടീവ്സിന്റെയും 3 കോൾ റെക്കോർഡിങ് കേട്ടുകൊണ്ട് അതിന് സ്കോർ ചെയ്തുകൊണ്ട് അവർക്ക് 1-on-1 ഫീഡ്ബാക്ക് കൊടുക്കണം എന്നുള്ളത് അവരുടെ മാനേജറുടെ KPI ആക്കുന്ന ആ ഒരു ചങ്ങല പൊട്ടിയാൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ എൻഡ് ഔട്ട്കമ്മിൽ നിങ്ങൾക്ക് ഒരു കൺവേർഷൻ കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ആഗ്രഹം മാത്രമായിട്ട് അവിടെ നിലനിൽക്കുകയും അത് നിങ്ങളുടെ ഇന്റേണലി സിസ്റ്റം ആയിട്ട് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം. അപ്പൊ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ്. എന്താ പറയാ, ഇതൊരു അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇഫ് യു റിയലി കൺസേൺഡ് അബൌട്ട് യുവർ ഗ്രോത്ത്, ഇഫ് യു റിയലി കൺസേൺഡ് അബൌട്ട് യുവർ കൺവേർഷൻ, ഗോ ആൻഡ് ഡിസൈൻ എ സിസ്റ്റം അക്രോസ് ദ കോൺവെർസേഷണൽ ക്വാളിറ്റി എന്നുള്ളത് നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കണം. അപ്പൊ ഞാൻ കുറച്ചുകൂടി പോയിന്റ്സ് ഞാൻ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ടിന്റെ പാരാമീറ്റേഴ്സ് നോക്കാതെ ഔട്ട്പുട്ട് മാത്രം നോക്കുന്നത് ഇസ് നോൺസെൻസ് എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴത്തെ പോയിന്റിൽ എത്ര കോൾ ചെയ്തു, എത്ര സമയം ഒരു കസ്റ്റമറായിട്ട് സംസാരിച്ചു, എത്ര റിപ്പീറ്റഡ് ഡയൽസ് ഒരു കസ്റ്റമറിന് പോകുന്നുണ്ട് എന്ന് തുടങ്ങുന്ന സെയിൽസിലേക്ക് ആവശ്യമായ ഔട്ട്പുട്ടിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഇന്റേണൽ ഇൻപുട്സിനെ നമ്മൾ ജഡ്ജ് ചെയ്യാതെ നമ്മൾ ഔട്ട്പുട്സിൽ ഇന്ന് കൺവേർഷൻ കുറവാണല്ലോ, ഇന്ന് സെയിൽ വന്നില്ലല്ലോ എന്നുള്ള വളരെ പെരിഫറൽ ആയിട്ടുള്ള അനാലിസിസ് കൊണ്ട് ബിസിനസ്സിൽ ഒന്നും ചെയ്യാനില്ല. ബിസിനസ്സിൽ എപ്പോഴും ഇൻപുട്ടാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടർ. ഇൻപുട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പെക്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ ലീഡേഴ്സിനെയും എല്ലാ ഫൗണ്ടേഴ്സിനെയും ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവ് ഒന്നുകൂടി നിങ്ങൾക്ക് റിമൈൻഡർ തരികയാണ്. ഗോ ആൻഡ് കൺട്രോൾ, ഗോ ആൻഡ് സെറ്റ് സം
അംബീഷ്യസ് ഗോൾ ഓൺ യുവർ ഇൻപുട്സ് നോട്ട് ഔട്ട്പുട്സ്. എപ്പോഴും ഔട്ട്പുട്ടിൽ അത് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസം ഇത്ര സെയിൽ കൂട്ടണം, അല്ലെങ്കിൽ ഈ വർഷം ഇത്ര ബിസിനസ് ചെയ്തു, അടുത്ത വർഷം ഇത്ര ബിസിനസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും. പക്ഷെ ഇൻപുട്ട് എപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ്. ഇൻപുട്ടിൽ നമ്മൾ ജഡ്ജ്മെന്റ്സ് ഇല്ല, അതിലുള്ള കോൺവെർസേഷൻ ഇല്ല, അല്ലെങ്കിൽ അതിലുള്ള കൺസേൺസ് പലയിടത്തും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഇൻപുട്ട് കുറവാണെങ്കിൽ അവിടെ ഔട്ട്പുട്ട് കുറവായിരിക്കും എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഓവർ എ പീരീഡ് പല ഡാറ്റയും ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് സ്പെസിഫിക്കലി പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു സെയിൽസിനൊക്കെ നമ്മൾ എപ്പോഴും കാണേണ്ടത് സെയിൽസ് ഈസ് ഹാർഡ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ എപ്പോഴും ഒരു കസ്റ്റമറെ മേക്ക് ദം ബൈ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളോടുള്ള അവരുടെ ഇംപ്രഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്മാർട്ട് ആയിട്ടുള്ള പല ടൂൾസിലും നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. എല്ലാ ഒരു സർവീസ് ബിസിനസ് ആയിക്കോട്ടെ, പ്രോഡക്ട്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിനെക്കുറിച്ച് ഹൈലൈറ്റ്സ്, അതിന്റെ ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലും ട്രസ്റ്റ് കൂടുതൽ ഗെയിൻ ചെയ്യുന്ന തരത്തിലേക്കുമുള്ള ടൂൾസ് വെച്ചിട്ട് നമ്മൾ കൂടുതൽ സെയിൽസ് ടീമിനെ എനേബിൾ ചെയ്യാൻ ടൂൾസ് കൊടുത്തുകൊണ്ട്. എപ്പോഴും ഒരു കസ്റ്റമർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്താണ് നിങ്ങളുടെ ഡിസിഷൻ, നമ്മളുടെ സർവീസ് ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നോ, സാറിന്റെ ഡിസിഷൻ എന്തായി എന്നുള്ള കോള് മാത്രം എക്സ്പെക്ട് ചെയ്തുകൊണ്ടല്ല ഒരു കസ്റ്റമർ ഇരിക്കുന്നത്. ആ കസ്റ്റമറിനെ വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്തുകൊണ്ട് ഒരു ഡിസിഷൻ എടുപ്പിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ റീസെന്റ് ഒരു കോഴ്സിന് എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പാണ് എന്നെ ആദ്യമായിട്ട് ആ ഒരു എക്സിക്യൂട്ടീവ് വിളിക്കുന്നത്. അതിനുശേഷം അയാൾ എന്നെ ഒട്ടും പുഷി അല്ലാണ്ട് മൾട്ടിപ്പിൾ ടൈം അവരുടെ ആ കോഴ്സിന്റെ ട്രസ്റ്റ് സിഗ്നൽസ് ആണ് എന്നെ അവർ ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു കോഴ്സ് കഴിഞ്ഞ ഒരാൾ ഈ രീതിയിൽ അച്ചീവ് ചെയ്തു, ഈ രീതിയിൽ പ്രൊമോട്ടഡ് ആയി, ഈ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റി എന്നുള്ള ഒരു വളരെ ഫെയർ ആയിട്ടുള്ള കോൺവെർസേഷൻ എന്നായിട്ട് ലാസ്റ്റ് 6 months അദ്ദേഹത്തിന് കീപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷനിൽ നിന്ന് കൂടി നിങ്ങളേക്ക് ഷെയർ ചെയ്യാണ്. ഇതിൽ 4ാമത്തെ പോയിന്റ് ഈസ് വെരി 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 എക്സൈറ്റിംഗ് പോയിന്റ്. നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ മാസം ഒരുപാട് ലീഡ് ജനറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ മാസം എൻഡ് കഴിഞ്ഞ് ഈ മാസം ജനറേറ്റ് ചെയ്ത ലീഡിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അടുത്ത മാസം വരുന്നു, പുതിയ നമ്പർ ഓഫ് ലീഡ്സിലേക്ക് മാത്രം ഫോക്കസ് പോകുന്നു. അടുത്ത മാസം ജനറേറ്റ് ചെയ്യുന്ന ലീഡിലേക്ക് മാത്രം സെയിൽസ് എക്സ്പെക്ടേഷൻസ് ഒതുങ്ങി പോകുന്നു. അത് കൃത്യമായിട്ട് ഒരു പൈപ്പ് ലൈനിനെ റിവ്യൂ ചെയ്യുന്ന, പൈപ്പ് ലൈനിനെ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ്. ഈ മാസം എനിക്കൊരു 4 എക്സിക്യൂട്ടീവ് ഉണ്ടാവുന്നു, ഞാനാണ് സെയിൽസ് ഹെഡ് എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യൂ. 4 സെയിൽസ് ടീം മെമ്പേഴ്സ് എനിക്കുണ്ടെങ്കിൽ അവർ ഓരോരുത്തരും കോൾ ചെയ്ത് ഈ ഒരു ഫസ്റ്റ് വീക്ക് കഴിയുന്നു, ഈ വീക്കിൽ വിളിച്ചതിൽ എത്ര സെയിൽസ് എക്സ്പെക്ടഡ് കേസുകൾ ഉണ്ടെന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അടുത്ത ആഴ്ച അതിനെ റിവ്യൂ ചെയ്യുന്നു. അതിൽ ഏതൊക്കെയാണ് ഇന്നും സ്റ്റിൽ എക്സ്പെക്ടഡ് ആയിട്ടുള്ളത്, ആരൊക്കെയാണ് നമ്മളെ എക്സ്പെക്ടേഷൻ തകർത്തുകൊണ്ട് ഇല്ല ഞാൻ ഇത്തവണ ചൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ എത്ര പേരുണ്ട് എന്ന് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുന്ന മെക്കാനിസം നമ്മളുടെ സെയിൽസ് മാനേജറുടെ അറൗണ്ടും ടീം ലീഡിന്റെ അറൗണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൽ അഡീഷൻസും നടക്കും, സബ്സ്ട്രാക്ഷൻസും നടക്കും. ചില സെയിൽസുകൾ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഓക്കെ, അത് ഇപ്പൊ വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കുന്നില്ല, മുമ്പ് നല്ല പ്രതീക്ഷ തന്നിരുന്ന ഒരു കസ്റ്റമർ ആയിരുന്നു, പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ മാസം അവസാനം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ മാസത്തെ സെയിൽ 30 ആണ്. കഴിഞ്ഞ മാസം നമ്മൾ പലതരത്തിൽ വർക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പൈപ്പ് ലൈനിൽ അടുത്ത മാസത്തേക്ക് ഒരു 10 സെയിൽ കൂടി എക്സ്പെക്ടഡ് ആണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് ആ 10 എണ്ണം ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത മാസത്തേക്കുള്ള ഒരു ഫോക്കസ് പോയിന്റിലേക്ക്, അല്ലെങ്കിൽ ഒരു ഫോക്കസ് ലെയറിലേക്ക് വരുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൈപ്പ് ലൈൻ ജഡ്ജ്മെന്റ്സ് പ്രോപ്പർലി നടത്താത്ത ഏതൊക്കെ കസ്റ്റമറിന്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്, വാട്ട് എമൗണ്ട് ഓഫ് സെയിൽസ് വി ആർ എക്സ്പെക്ടിങ് എന്നുള്ളത് നമ്മൾ പൂർണ്ണമായും ഒരു ജഡ്ജ്മെന്റ് എത്തുന്ന ഒരു സിസ്റ്റം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതില്ലാതെ ഒരിക്കലും നമുക്കൊരു സെയിൽസിന്റെ സിസ്റ്റം ഉണ്ട് എന്ന് പൂർണ്ണമായും നമുക്ക് വളരെ ഹോണസ്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളത് യെസ്. അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എന്തൊക്കെ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താലും അത് സെയിൽസിനെ മോണിറ്റർ ചെയ്യുന്നത്. ഇപ്പൊ സെയിൽസിനെ മോണിറ്റർ ചെയ്യാൻ ഫൗണ്ടറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ KPI ഡെഫിനറ്റ് ആയിട്ട് ഫൗണ്ടർ തന്നെ ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതല്ല, നമുക്കൊരു ലീഡർ ഉണ്ട്, സെയിൽസിൽ ഒരു ലീഡർ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പോയിന്റ് ഓഫ് സിസ്റ്റംസിനെയും അല്ലെങ്കിൽ മെക്കാനിസത്തിനെയും ഹോൾഡ് ചെയ്യേണ്ടത് ഹെഡ് ഓഫ് സെയിൽസ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ KPI ഒരു മന്തില് പൈപ്പ് ലൈൻ റിവ്യൂ മീറ്റിംഗ് ഇത്ര എണ്ണം ഓരോ വ്യക്തികളുമായിട്ട് നടത്തണം, ഈ ഡേറ്റിന് മുമ്പ് പൈപ്പ് ലൈൻ റിവ്യൂവിന്റെ ഒരു അനാലിസിസ് ഈ രീതിയിൽ റിപ്പോർട്ട് HR കൊടുക്കണം, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് മാനേജർക്ക് കൊടുക്കണം എന്നുള്ള KPI ആയിട്ട് ഇതിനെ ബൗണ്ട് ചെയ്യേണ്ടതുണ്ട്.
ആ പെർഫോമൻസ് എക്സ്പെക്ടേഷന്റെ ഒരു ലൈനിൽ കൂടിയാണ് നമ്മളെ സെയിൽസ് സെറ്റ് വർക്ക് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെയിൻ ഓഫ് സിസ്റ്റം ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെയിൻ ഓഫ് മെക്കാനിസം ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന, നമ്മളുടെ റവന്യൂ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പെട്ടിയിലെ കാശ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം വലുതാവണമെങ്കിൽ അല്ലെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മൾ സെയിൽസ് ഹെഡിന്റെ ഒരു ലീഡറിന്റെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലിങ്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും 2 ഓപ്ഷൻ ഉണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം മെമ്പറെ കൊണ്ടുവരാം, സെയിൽസിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള സെയിൽസ് പ്രൊഫഷണൽസിനെ കൊണ്ടുവരാം, വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ആളുകളെ കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരുന്ന ഒരാളാണെങ്കിലും നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചും ഇൻഡസ്ട്രീനെ കുറിച്ചും ആ ഇൻഡസ്ട്രീൻ്റെതായിട്ടുള്ള ഒരു ട്രിക്കിനെ കുറിച്ചും നാക്കിനെ കുറിച്ചൊക്കെ അവർ മനസ്സിലാക്കി എടുക്കാൻ മേ ബി കുറച്ച് സമയം എടുത്തേക്കാം. ആ സമയത്ത് നമ്മൾ അവരിലേക്ക് നമ്മളൊരു ജോയിൻ ചെയ്യുന്ന സമയം സെയിൽസ് ടീമിനെ ട്രെയിൻ ചെയ്യാൻ പല ഫൗണ്ടേഴ്സും ശ്രദ്ധിക്കും. 2-3 ദിവസം ഭയങ്കരമായിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് അവര് ഈ പറഞ്ഞ പോലെ ലോകം കീഴടക്കും എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. പിന്നീട് എപ്പോഴും അവരുടെ ഒരു കറന്റ് ലേണിങ്ങിനെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ അവരെ ട്രെയിൻ ചെയ്യാനോ നമ്മൾ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതൊരു സാഡ് റിയാലിറ്റിയാണ്. അപ്പൊ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിന്റെ കൾച്ചർ കേരള എക്കോസിസ്റ്റത്തിൽ വളരെ കുറവാണ്. അതിൽ നമുക്ക് ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഇന്റേണലി നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മേ ബി നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ലേണിംഗ് ഉള്ള, നിങ്ങളെ ഇൻഡസ്ട്രീനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു സെയിൽസ് പ്രൊഫഷണൽ ആയിട്ട് മാറാൻ നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് കഴിയണമെങ്കിൽ അത് നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണം. കാരണം അവരൊരിക്കലും ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻസ് മാർക്കറ്റിൽ നിന്ന് ഗ്രാബ് ചെയ്തുകൊണ്ട് അവര് ഗ്രോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതിനുമുള്ള ഇന്റേണൽ സിസ്റ്റം നമ്മളുടെ കമ്പനിയിൽ വേണം. വലിയ കമ്പനികളിലൊക്കെ 1-2 മാസം ഒരു ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ പോലും അവരെ നമ്മൾ എംപ്ലോയ് ചെയ്യും. 2-3 മാസം ട്രെയിനിങ് ആയിരിക്കും. അതുകൊണ്ടാണ് അത്തരം കമ്പനികൾ വലിയ കമ്പനികളായി മാറുന്നത്. ഒരാഴ്ചയിൽ 2 മണിക്കൂർ ഒരു ലേണിങ്ങിന് വേണ്ടിയിട്ട് ഏത് സെയിൽസ് പ്രൊഫഷണലിനും നമ്മൾ ടൈം ലോക്ക് ചെയ്തിട്ട് കസ്റ്റമർ ഫേസിങ് അല്ലാതെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴും ഒരു ROI ഗ്യാപ്പും ഒരു നഷ്ടം ഒരു കമ്പനിക്കും ഉണ്ടാവാൻ പോകുന്നില്ല. ബട്ട് മാറ്റേഴ്സ് ഇസ് നമ്മളുടെ ഇന്റൻഷൻ ടു ട്രെയിൻ ദം. നമുക്ക് തന്നെ അറിയാം കുറച്ചുകൂടി പ്രൊഡക്റ്റ് നോളജ് ഇവർക്കുണ്ടെങ്കിൽ ഇവർ നന്നായിട്ട് സെയിൽ ചെയ്യുന്നു. വൈ വി ആർ ലിമിറ്റിംഗ് അസ് ഫ്രം ട്രെയിനിങ് ദം? ഒന്നും തന്നെ നമ്മളെ ലിമിറ്റ് ചെയ്യുന്നില്ല. ഒരു ഫൗണ്ടർക്കുള്ള നോളജ് അവിടുത്തെ എല്ലാ സെയിൽസ് പ്രൊഫഷണലിലും ഉണ്ടെങ്കിൽ ആ കമ്പനി എന്നോ ഫൗണ്ടർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് സ്കെയിൽ ആയി പോയിട്ടുണ്ടാവും. ഫൗണ്ടറിന് നല്ല നോളജ് ഉണ്ട്, പക്ഷെ ഫൗണ്ടർ നീഡ് ടു ട്രെയിൻ ദം എന്നുള്ള ഒരു റിയാലിറ്റി നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലൂ പ്രിന്റിലും അർജുനും സഫീർ പോലെയുള്ള നമ്മുടെ ടീം മെമ്പേഴ്സ് എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ഒരു ഡോക്യുമെന്റ് വഴിയാലെ വരുന്നുണ്ട്. അതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ റീച്ച് ഔട്ട് ചെയ്യാന്നുള്ളത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നമ്മളൊരു ചെറിയ തിരശ്ശീല ഇടാൻ അടുത്തൊരു സിസ്റ്റത്തിലേക്ക് പോവാണ്. പക്ഷേ ഈ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് എഫേർട്ട് എടുത്തിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു താല്പര്യം കാണിക്കണം. ഇറ്റ് വോണ്ട് ലോസ് യു, ഒന്നും തന്നെ നഷ്ടപ്പെടില്ല. അത്രയും വളരെ ഭംഗിയായിട്ടുള്ള ഒരു സെയിൽസ് സിസ്റ്റം നിങ്ങളുടെ റവന്യൂവിനെ കൂട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കൂടുതൽ പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടി, കൂടുതൽ ഇമ്പാക്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ഇതിന്റെ സെയിൽസ് കൺവേർഷന്റെ സിസ്റ്റത്തിന്റെ ഒരു ഇൻപുട്ടായി പരിഗണിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈപ്പ് ലൈൻ സ്റ്റേജസിനെ നിങ്ങൾ മറക്കരുത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. കോളിനെ മോണിറ്റർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. അതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് വേണം. ഇൻപുട്ട് പാരാമീറ്റേഴ്സിൽ കൃത്യമായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് കീപ്പ് ചെയ്യണം. കൃത്യമായിട്ടുള്ള ടാർഗറ്റ്സ് ടീം മെമ്പേഴ്സിന് കൊടുക്കണം എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സെയിൽസിന്റെ പ്രോസസ്സിലേക്ക്, കൺവേർഷന്റെ സിസ്റ്റത്തിന്റെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഫോളോ അപ്പ് അത് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അത് നടത്താൻ വേണ്ടി നമ്മൾ കുറെ പേര് എടുക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ മാത്രമാണ് നമ്മൾ ആളുകൾ ഇല്ലാത്തത്. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എന്റെ വളരെ സോളിഡ് ആയിട്ടുള്ള സജഷൻ. അതുപോലെ തന്നെ പ്രോസസ്സിന് ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാവണം. ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി സ്ട്രക്ചർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺവേർഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് അവർ എക്വിപ്പ് ചെയ്യേണ്ടതുണ്ട്. ഫോളോ അപ്പിന് കൃത്യമായിട്ടുള്ള ഒരു റിതം ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാത്തിനുമുള്ള സ്ട്രക്ചർ കീപ്പ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ റിവ്യൂ മീറ്റിംഗ്സ് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും ഷോ റൺ ചെയ്യുക എന്നുള്ളതല്ല. ചില സമയത്ത് സെയിൽസ് ഹെഡും ഒരു എക്സിക്യൂട്ടീവ് ഇരുന്നിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്, എവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ള കോൺവെർസേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസ്കഷൻസും പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് CRM-ലേക്കോ അല്ലെങ്കിൽ മറ്റെന്താണോ നമ്മൾ ഒരു കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ, അതിൽ വെച്ചുകൊണ്ട് ഇത്രയും ലീഡ് നിങ്ങളുടെ കയ്യിലുണ്ട്, ഈ ലീഡിൽ ഇത്രയും
എന്താ പറയാ പ്രോസ്പെക്ട്സ് ഈ സ്റ്റേജിലാണുള്ളത്. അവിടെ നിങ്ങൾ എന്താണ് ലാസ്റ്റ് വീക്കിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള റിവ്യൂ മീറ്റിംഗ്സ് വരേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവ്യൂ മെക്കാനിസമായിട്ട് വരുന്ന സമയത്ത് ഇതിനെ KPI ബന്ധപ്പെട്ട് KPI ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു മേജർ ചങ്ങലയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വെറുതെ ഹോപ്പ് വെക്കുകയാണ്, പക്ഷെ അവിടെ ഒരു കണ്ണിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സെയിൽസ് ഹെഡിന്റെ ഓഡിറ്റും ഒരു നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് തന്നെ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അടുത്ത ഒരു സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. അടുത്തൊരു സിസ്റ്റം എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റമാണ്. ഞാൻ ഇങ്ങനെ തന്നെ പറയും, നിങ്ങൾക്കൊരു ലീഡർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എടുക്കുന്ന ഒരു ലീഡർ ഉണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ ഫോക്കസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇഫ് ദർ ഈസ് എ ലീഡർ ഇൻ എനി ഡിപ്പാർട്ട്മെന്റ് there is an extra focus. അല്ലെങ്കിൽ ആ ഫോക്കസും ഇടേണ്ടത് ഫൗണ്ടർ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കണം. നമുക്ക് എന്തായാലും നമ്മൾ ബിസിനസ്സുകാരാണ്, നമ്മൾ ഓൺടർപ്രണേഴ്സ് ആണ്, അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം പ്രിസിഷനിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും നമ്മുടെ ബാൻഡ്വിഡ്ത്ത് ആണ് എല്ലായ്പ്പോഴും ഉള്ള പ്രശ്നം. നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ വർക്ക് ചെയ്യാൻ നമ്മൾ എല്ലാവരും റെഡിയാണ്. പക്ഷെ നമ്മളുടെ സമയം ഒന്നിനും തികയുന്നില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് കൃത്യമായിട്ട് ഒരു ലീഡറെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനേക്കാൾ മികച്ച ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനോട് ചെയ്യാനില്ല. ബിക്കോസ് ഇഫ് യു ആർ ബിൽഡിംഗ് എ ലീഡർ, ദാറ്റ് മീൻസ് യു ആർ ബിൽഡിംഗ് എൻ എക്സ്ട്രാ മസിൽ ടു ഫോക്കസ് ഓൺ സംതിങ് വിച്ച് ഈസ് വെരി റെലവെന്റ് ടു യുവർ ബിസിനസ്. അത് ഓപ്പറേഷൻ ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, ഫൈനാൻസ് ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഒരു ലീഡർ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഫോക്കസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഏറ്റവും ഫോക്കസ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് എവിടെയാണോ കിട്ടേണ്ടത് അവിടെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റണം. എനിക്ക് ഇന്ന് ഡെലിഗേറ്റ് ചെയ്യേണ്ടത് എന്താണ്, ആ ഡെലിഗേഷൻ മനസ്സിലാക്കുക, അതിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരാളെ വാങ്ങുക പുറത്തുനിന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റേണലി ഉള്ള ഒരു കേപ്പബിലിറ്റിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. അത് മേ ബി സെയിൽസിൽ ഒരു ഹെഡിനെയാണ് നമ്മൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. എനിക്ക് സെയിൽസിനെ ലീഡ് ചെയ്യാൻ ഒരു കിടിലൻ ആളെ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് മൈ ബിസിനസ്, ഒരുപാട് എന്റെ ബിസിനസ്സിനെ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിയിൽ തന്നെ നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു 2-3 വർഷം സെയിൽസിന്റെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ തന്നെ എടുക്കാം. മേ ബി നിങ്ങളുടെ ബഡ്ജറ്റ് അത്ര ഇല്ല, അങ്ങനെ ഒരാളെ ഹയർ ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്ത ഒരു സ്മോൾ സ്കെയിൽ ഓർ മീഡിയം സ്കെയിലുള്ള ബിസിനസ് ആണ് നമ്മളെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് നമുക്കൊരു എക്സിക്യൂട്ടീവിനെ എടുക്കാം. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗിലുള്ള എക്സിക്യൂട്ടീവ്സിൽ ലീഡർഷിപ്പ് സ്കില്ല് എക്സിബിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠനം നടത്തി മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് അതിൽ എങ്ങനെയാണ് അവർ സക്സസ് ആവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഫ് യു ആർ പ്ലാനിങ് ടു കീപ് ആൻ എക്സ്ട്രാ ഫോക്കസ് ഓൺ സംതിങ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റണം. ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഒരാളെ നീഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബൈ ചെയ്യാം അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ എപ്പോഴും ഇത് ഹയറിംഗിന്റെ ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. എവിടെ നമ്മൾ ഹയർ ചെയ്യുകയാണെങ്കിലും ആ റോളിനെ ഡിഫൈൻ ചെയ്ത് ആ ക്ലാരിറ്റി നമുക്കും ഉണ്ടായിരിക്കണം, ആ കാൻഡിഡേറ്റിനും ഉണ്ടായിരിക്കണം. എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ക്ലാരിറ്റി ഇല്ലാതെ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അഗെയിൻ എ നോൺസെൻസ് ഇൻ യുവർ ബിസിനസ്. അത് ഒരു തരത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല, കംപ്ലീറ്റ് കെയോസ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നുണ്ടാവുക. ഡേ 1 മുതൽ ആ ക്ലാരിറ്റി കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റണം. 90 ദിവസമാണ് നമ്മളൊക്കെ ഐഡിയലി കാണുന്നത്. 90 ദിവസം ഹാൻഡ് ഹോൾഡ് ചെയ്യാതെ നമ്മൾ ഹയർ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു 90 ഡേയ്സ് അദ്ദേഹത്തിന് ഫെയിലിയർ ആവാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംശയങ്ങളും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചെവിയും കാതും വായൊക്കെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ബിസിനസ്സിലേക്ക് ഗ്രോത്ത് കൊണ്ടുവരുന്ന ഒരാൾക്ക് ഒരു റിവാർഡ് ഡിസൈൻ ചെയ്യാൻ ഫൗണ്ടർക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ബിസിനസ്സിൽ നിൽക്കുന്നതിലൊന്നും ഒരർത്ഥവും ഇല്ല. നമ്മൾ കൂടുതൽ റവന്യൂ കൊണ്ടുവരുന്ന ഒരാൾക്ക് കൂടുതൽ റിവാർഡ് കൊടുക്കണം എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് നിങ്ങളുടെ യൂണിറ്റ് എക്കണോമിക്സ് ആയിട്ട് ബന്ധപ്പെട്ടു നിങ്ങളുടെ ബിസിനസിന്റെ പലതരം കണക്കുകളും നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അയാൾക്ക് ഓഫർ ചെയ്യാൻ പറ്റണം. ഇഫ് യു ആർ ബ്രിങ്ങിങ് ദിസ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മളെ റവന്യൂ സ്കെയിൽ ഇവിടെ എത്തുന്ന സമയത്ത് നിന്റെ ബേസിക് സാലറിയിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്താൻ കഴിയും, അല്ലെങ്കിൽ ഈ രീതിയിൽ വാരിയബിൾ ആയിട്ടുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് തരാൻ പറ്റും. കമ്പനിയുടെ 2% റവന്യൂ നിങ്ങളിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഇൻസെന്റീവ് പോലെ എനിക്ക് തരാൻ കഴിയും എന്നുള്ളത് പോലും ഓഫർ ചെയ്യാനുള്ള ക്ലാരിറ്റി ഫൗണ്ടർക്ക് ഉണ്ടായിരിക്കണം. അത് കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് എത്രമാത്രം കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ അതിലേക്ക് ലാൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. നമുക്ക് കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലീഡർ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഗ്രൂം ചെയ്യേണ്ടി വന്നേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈ ചെയ്താലും ബിൽഡ്
ചെയ്താലും, ഈ ഒരു ലീഡറെ നമ്മൾ പുറത്തുനിന്ന് എടുത്താലും അകത്തുനിന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാലും നമ്മൾ ആ റോളിന് വേണ്ടിയിട്ട്, നമ്മളെ കമ്പനിയുടെ കൾച്ചറിന് വേണ്ടിയിട്ട് ഗ്രൂം ചെയ്യേണ്ടി വന്നേക്കാം. അത് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിലൂടെ നടക്കാവുന്നതുമാണ്. ഇന്ന് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 40ഓളം ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നടക്കുന്നത് പറയുന്നത് നമ്മളുടെ ഇന്റൻഷന്റെ അകത്തു നിന്നാണ് ഇതൊക്കെ വരിക. നമുക്ക് ഇഫ് വി റിയലി വാണ്ട് ടു ബിൽഡ് സംവൺ ടു ബി എ ലീഡർ, നമുക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പുറത്തു പോയി ചായ കുടിക്കാം, അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യാം, നമുക്ക് അയാളുടെ പേഴ്സണൽ ലൈഫിൽ പോലുള്ള പല കോൺവെർസേഷനിലൂടെ അദ്ദേഹത്തിനെ അത്രയും അറ്റാച്ച്ഡ് ആക്കി നമുക്ക് നിർത്താൻ കഴിയുന്നുള്ളത് എന്റെ റിയൽ വേൾഡിൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ അത് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്റേണലി പ്രൊമോട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റികൾ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് ഒരു സജഷൻ ആണ്. കാരണം എവ്രി വൺ ഇസ്, നിങ്ങളുടെ ഒരു ഓർഗനൈസേഷനിൽ ഉള്ളതെന്ന് പറയുന്നത് എല്ലാവരും കരിയറിൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരാണ്, കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് കൂടുതൽ ഇൻകം ഒക്കെ നേടണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രം നമുക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഇന്റേണലി ഉള്ള സാധ്യതകളെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന മൾട്ടിപ്പിൾ കമ്പനികളിൽ ഇത് നമുക്ക് വളരെ ഫെയർ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പല കേപ്പബിലിറ്റിയുള്ള ആളുകൾ പല ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. അവിടുന്ന് ജനറൽ മാനേജർ പൊസിഷനിലേക്ക് പോലും ആളുകളെ നമ്മൾ സജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്റ്റോറീസിലാണ് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലീഡർഷിപ്പിലാണെങ്കിലും നമ്മൾ നോർമൽ ടീംമേറ്റ്സിലൊക്കെ ആണെങ്കിൽ ഒരാളൊരു റെസിഗ്നേഷനോ അല്ലെങ്കിൽ സംതിങ് പ്ലാൻ ചെയ്യുന്ന സമയത്തൊക്കെ പതുക്കെ നമ്മളെ എൻറ്റയർ എക്കോസിസ്റ്റമായിട്ട് ഡിസെൻഗേജ് ചെയ്ത് തുടങ്ങുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ ഏർലി ആയിട്ട് ജഡ്ജ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ സെക്കൻഡ് ആയിട്ട് എല്ലാ ഓർഗനൈസേഷനിലും വേണ്ട ഒരു സിസ്റ്റമാണ് ഒരു എക്സ്ട്രാ ഫോക്കസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഫൗണ്ടേഴ്സിന്റെ കൂടാതെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ജംപ് ഇൻ ടു ബിൽഡിംഗ് ലീഡേഴ്സ്. അപ്പൊ ആ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യാൻ നിങ്ങളുടെ ഇന്റൻഷൻ തന്നെയാണ് പ്രധാനം. അതിൽ ഈ പറഞ്ഞ സ്റ്റെപ്സ് കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ലീഡർഷിപ്പ് ടീമിനെ ഉണ്ടാക്കാൻ കഴിയുകയും നിങ്ങളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു എക്സ്ട്രാ ഫോക്കസ് കീപ്പ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആക്ഷനബിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മുടെ ബ്ലൂ പ്രിന്റിൽ വരുന്നുണ്ട്. അപ്പൊ ഇതൊരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷ്വലൈസ് ചെയ്ത് കാണാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഗ്യാപ്പ് മനസ്സിലാവുക, എവിടെയാണോ ഒരു എക്സ്ട്രാ ഫോക്കസ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് ആ റോൾ എങ്ങനെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യലാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അതിലൂടെ അദ്ദേഹത്തിന് ആ ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ക്ലാരിറ്റി കൊടുത്തതിനു ശേഷം അദ്ദേഹത്തിനെ വീണ്ടും ട്രെയിൻ ചെയ്യണം എന്നുള്ള സിസ്റ്റം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരാളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എല്ലാം അദ്ദേഹം നോക്കിക്കോളും എന്നുള്ള ആ ഒരു അപ്രോച്ച് മേ ബി വിജയിക്കണം എന്നില്ല. അതിനുശേഷം ഗ്രോ ചെയ്യലാണ്, അദ്ദേഹത്തിനെ ഗ്രോ ചെയ്യിപ്പിക്കലാണ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ ഗ്രോ ചെയ്യിപ്പിക്കലാണ്. അതിനുശേഷം അദ്ദേഹത്തിനെ റീറ്റെയിൻ ചെയ്യലാണ്, നമ്മുടെ കൂടെ ലോങ് ടേമിലേക്ക് അദ്ദേഹത്തിനെ പിടിക്കലാണ്, നമ്മളെ പിടിച്ചു നിർത്തലാണ്, അദ്ദേഹത്തിനുള്ള ഫ്യൂച്ചർ ഓഫർ ചെയ്യലാണ്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ മറ്റുള്ള പ്രൊമോഷൻസിന്റെ ഒരു എലമെന്റ് കൂടി അതിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തേർഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ എന്താ പറയുക ടേക്ക് അവേ യു ക്യാൻ ഗെറ്റ് ഫ്രം ദിസ് എൻറ്റയർ വെബിനാർ എന്നുള്ളതാണ് എന്റെ സജഷൻ. എല്ലാവരും പ്ലാൻ ചെയ്യണം, റിവ്യൂ ചെയ്യണം എന്ന് അറിയുന്ന ആൾക്കാരാണ്. അതായത് ഇപ്പോ കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ പേഴ്സണൽ ഫൈനാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്യണം, ഇത്ര ബാങ്ക് അക്കൗണ്ട് വേണം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന പലരും ഉണ്ട്. ഞാനൊന്നും പേഴ്സണലി അങ്ങനെയല്ല, എങ്കിൽ പോലെ അതിനെ ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്നു. വളരെ പ്ലാനിങ്ങോട് കൂടി വേണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ കുറെ കൂടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പല കാര്യങ്ങളും നമ്മളുടെ ഇന്റേണൽ ഓർഗനൈസേഷനിലോ നമ്മൾ വർക്ക് ചെയ്യുന്ന 10ഓളം കമ്പനികളിലും നമ്മൾ വളരെ എന്താ പറയാ പലതരം കെയോസുകൾ ഉള്ളതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്യാൻ നമ്മൾ ഡിലേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പലയിടത്തും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഫൈനാൻസ് പ്രോപ്പർ അല്ല, അതുകൊണ്ട് ഈ വർഷം നമുക്ക് ഇങ്ങനെ പോട്ടെ, അടുത്ത വർഷം നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫൈനാൻസ് കൊണ്ടുപോകാം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ എത്ര പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ ഈ 2 മാസം കൊണ്ട് സോൾവ് ചെയ്തിട്ട് ബാക്കി നമ്മൾ പ്ലാനിങ്ങോട് കൂടി പോകുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മളൊക്കെ പലപ്പോഴും കൺസൾട്ടിങ്ങിനെ പോലും എത്ര കെയോസ് ഉണ്ടെങ്കിലും അതിന് ഈ ഒരു ടൈം ലൈനിൽ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അപ്രോച്ചിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളും ഈ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ പ്ലാനിങ്ങിനും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ റിവ്യൂവിനും ചിലപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ സിസ്റ്റം വെച്ചിട്ട് ചിലപ്പോൾ പല ഡാറ്റകളും മിസ്സിംഗ് ആയിരിക്കാം. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു അപ്രോച്ചിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്ലാനിങ് ആൻഡ് റിവ്യൂ എന്ന് പറയുന്ന നിങ്ങളുടെ ബിസിനസ്സിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഈ ഒരു കാര്യത്തെ നിങ്ങൾ ഇനി ഇങ്ങനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ഇഫക്റ്റീവ് ആവും എന്നുള്ളതാണ് നമ്മളെ ഒപ്പീനിയൻ. അപ്പം പ്ലാനിങ്ങും റിവ്യൂവിന്റെയും ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും നടക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അറിയുന്നത്, അല്ലെങ്കിൽ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയിക്കുന്ന ഒരു ഇവന്റ് ആണ് പ്ലാനിങ് ആൻഡ് റിവ്യൂ മീറ്റിംഗ് അല്ലെങ്കിൽ അതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മെക്കാനിസം ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, ഈ മെക്കാനിസത്തിന് ആദ്യം തന്നെ ഒരു സ്ട്രക്ചർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ് ലീഡേഴ്സ്, ഓരോ ഓർഗനൈസേഷന്റെയും കോർ ലീഡേഴ്സ്, സ്പെസിഫിക്കലി പലതരം ഡിപ്പാർട്ട്മെന്റുകൾ ഹെഡ് ചെയ്യുന്ന മാനേജേഴ്സ്, ടീം ലീഡേഴ്സ് ഒക്കെ നമുക്കുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി ഇരുന്ന് എല്ലാ വീക്കും ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ ബിസിനസിനെ കുറിച്ച് റിവ്യൂ ചെയ്യുകയും
ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും ഒരു റിതം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും ഒരു ഫിക്സഡ് ദിവസം നിങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്നു, സർട്ടൈൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ആ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഡിസ്കഷൻ വരേണ്ടത് റിപ്പോർട്ടിലാണ്, വാട്ട് ഹാപ്പൻ. സെറ്റ് ഓഫ് ഡിസ്കഷൻ വരേണ്ടത് റിസർച്ചിലാണ്, വാട്ട് ഈസ് ബ്ലോക്കിംഗ് അസ്. ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതുപോലെ നടക്കണമെന്നില്ല. അപ്പൊ ആ നടക്കണതിന് എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നില്ല, നടക്കേണ്ട കാര്യം ഇങ്ങനെ നടക്കുന്നില്ല, അതിന് ഈ പറഞ്ഞ രീതിയിലുള്ള ബ്ലോക്കേജ് ഉണ്ട്. അപ്പൊ അടുത്ത ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് എന്തെടുക്കാം? അപ്പൊ അത് ഒരു എക്സ്റ്റേണൽ ആളുകളുടെ ഹെൽപ്പ് എടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഇന്റേണലി ഒന്ന് ഇരുന്ന് ഡിഫൈൻ ചെയ്യുന്നതാവാം. ഒരു എക്സാമ്പിൾ, സെയിൽസിൽ കൺവേർഷൻ ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ആ സെയിൽസിന്റെ കൺവേർഷൻ ഇല്ലാത്തതിന്റെ കാരണം കോൾ ടൈം കുറവാണെന്നുള്ളതായിരിക്കും ചിലപ്പോൾ റിസർച്ച് ഔട്ട്പുട്ട്. അപ്പൊ അവിടെ നമ്മൾ ഇന്നോവേറ്റ് ചെയ്യാനുള്ള തേർഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഇന്നോവേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവാം. ഓക്കെ, ഒരു ടാർഗറ്റ് കൊടുക്കേണ്ടത് സെയിൽസ് ടീമിനോട് കൃത്യമായിട്ട് ഇൻപുട്ടിൽ നമ്മൾ ടാർഗറ്റ് കൊടുക്കേണ്ടതുണ്ട്. ടാർഗറ്റ് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് സെയിൽസ് ടീമിന് ഈ ക്ലാരിറ്റി ഇല്ലാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണിത്. ഈ പറഞ്ഞ പോലെ ഒരു ഓർഗനൈസേഷനിൽ എന്ത് നടക്കുന്നു, എന്ത് തരം റിസർച്ചുകൾ, എന്തൊക്കെ കാരണം കൊണ്ടാണ് നമ്മളെ കമ്പനിയിൽ പലതും നടക്കാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നടക്കുന്നത്, എന്താണ് ഇപ്പോ നമ്മൾ ആക്ച്വലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുകയും ഇന്നോവേഷനെ കുറിച്ചും ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിലേക്ക് നിങ്ങളുടെ മീറ്റിങ്ങുകളെ കൊണ്ടുവരാൻ പറ്റണം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മുടെ ക്ലയൻസിൽ ആരെങ്കിലും ഒരാൾ ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ ഒരു റിവ്യൂ പോലെ RRIയുടെ ഒരു റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ അത് അർജുൻ എന്തായാലും ഹാൻഡ് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പൊ പ്ലാനിങ് ആൻഡ് റിവ്യൂ സിസ്റ്റത്തിൽ എന്താ പറയാ, നമ്മള് കൺസൾട്ട് ചെയ്യുന്ന പല കമ്പനികളും ഇത് ഇഫക്റ്റീവായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷനിൽ പ്രോപ്പറായി റൺ ചെയ്യുന്നതിനെ ഹെൽപ്പ് ചെയ്യാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പലതിന്റെയും കോർ സ്റ്റോൺ ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോർ ടീമിന് ആ ഒരു ഓണർഷിപ്പ് വരാനും ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി പോലും ഓർഗനൈസേഷന്റെ അകത്ത് വരികയും ഓർഗനൈസേഷൻ എപ്പോഴും മുന്നോട്ടാണ് പോകുന്നതെന്ന് എല്ലാവരും അറിയുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇത്. ഇതുപോലെ നമ്മുടെ ലാസ്റ്റ് വെബിനാറിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സമയത്തിന്റെ കുറെ ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ബ്ലൂ പ്രിന്റിലൂടെ ഇനിയും ഒരുപാട് സിസ്റ്റങ്ങൾ നിങ്ങളിലേക്ക് അർജുൻ എത്തിക്കുന്നുണ്ട്. ഓവർ ടു യു അർജുൻ. നസീബ് ഒറ്റ ഡൗട്ട് വെച്ചോട്ടെ, യെസ് പ്ലീസ്. ആ തൊട്ട് മുന്നത്തെ IP ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇന്റലക്ച്വൽ നിങ്ങൾ അതെന്തുകൊണ്ട് IP ഫ്രെയിം വർക്ക് എന്ന് പറയാനുള്ള കാരണം? ഈ ഒരു ഫ്രെയിം വർക്ക് ആക്ച്വലി നമ്മൾ തന്നെ ഇൻവെന്റ് ചെയ്തതാണ്. നമ്മൾ ആക്ച്വലി മൾട്ടിപ്പിൾ കമ്പനീസിൽ ഇതിന്റെ റിസർച്ച് നടക്കുകയും ഇതൊരു ഇഫക്റ്റീവ് ടൂൾ ആണെന്ന് മനസ്സിലാക്കി കേരള എക്കോസിസ്റ്റത്തിലേക്ക് ആക്ച്വലി ക്ലാരിറ്റി പാർട്ട്നേഴ്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് RRI എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് എന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ് പ്ലീസ് അർജുൻ. യെസ്, താങ്ക് യു നസീബ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വെരി എനർജറ്റിക് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഏറ്റവും ബിസിനസ്സിന് വേണ്ട മസ്റ്റായിട്ടും വേണ്ട ഒരു 2-3 സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞതിന് വെരി താങ്ക്സ്. പൊതുവേ നമ്മുടെ ക്ലയൻസ് ആണെങ്കിലും തരാറുള്ള ഒരു ഫീഡ്ബാക്ക് നസീബിന്റെ ഒരു കണ്ടേജിയസ് എനർജിയാണ്, അല്ലെങ്കിൽ എനർജി നമുക്ക് പകർന്നു കിട്ടുന്ന ഒരു എനർജി എന്നാണ്. അത് നിൽക്കുന്ന എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഐ ഫെൽറ്റ് ഇറ്റ്. സോ താങ്ക് യു സോ മച്ച്. സോ നമ്മളിപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഫ്ലോയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇപ്പൊ അതൊരു ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് സെയിൽസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് ഒരു മിഡിൽ ലെയർ ലീഡർഷിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ലീഡർഷിപ്പിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതുപോലെ ഈ നമ്മളുടെ റൈറ്റ് ട്രാക്കിലാണ്, റൈറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് എങ്ങനെ നമുക്ക് കണ്ടിന്യൂസ്ലി വീക്ക് ഓൺ വീക്ക് ട്രാക്ക് ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 സിസ്റ്റംസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ കുറേയധികം തോട്ട് സ്റ്റാർട്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടിയിട്ടുണ്ട് പലർക്കും എന്ന് തോന്നുന്നു. നാളെ തൊട്ട് തന്നെ അല്ലെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ ബിസിനസ്സിലേക്ക് ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിന്റെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാം എന്ന് ചിന്തിക്കാൻ പറ്റി ചെയ്യും എന്നറിയുകയും അതിലത്തെ ഫീഡ്ബാക്കുകൾ അറിയിക്കാനും കൂടി പറയുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സെഷൻ വാല്യുബിൾ ആയിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്സും അറിയിക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് ഇത്തരത്തിലുള്ള വളരെ ഫ്രീ ആയിട്ട് തന്നെയുള്ള വെബിനാർസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എനർജി എന്ന് പറയുന്നത്. സോ ഇപ്പോ ഇനി നമ്മൾ പോകുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം തിങ്കിങ് എന്ന് പറയുന്നതാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പല സിസ്റ്റംസും പലതരത്തിലുള്ള തോട്ട് പ്രോസസ്സിലൂടെ ഇപ്പൊ നസീബിനാണെങ്കിലും അല്ലെങ്കിൽ ക്ലാരിറ്റി പാർട്ട്നേഴ്സ് ആസ് എ കൺസൾട്ടിംഗ് ഫേം ഇത്തരത്തിലുള്ള ഒബ്സർവേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരുപാട് ബിസിനസ്സുകൾ ഒരേ സമയത്ത് കാണുന്നു എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ ഒരു സമയത്ത് ഇപ്പൊ തന്നെ ഒരു 10 ബിസിനസ്സുകളിൽ പലതരത്തിലുള്ള ചേഞ്ച് കൊണ്ടുവരിക എന്നൊരു ഉത്തരവാദിത്തത്തോടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ കാണുന്ന ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. ഈ പാറ്റേൺസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു കോമൺ ഫ്രെയിംവർക്കുകൾ ഉണ്ടാക്കുന്നത്. ആ ചട്ടക്കൂടിന് ഈ പാറ്റേൺസ് ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള തിരിച്ചറിവാണ് ശരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള IP ഫ്രെയിംവർക്കുകൾ പോലെ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ IP ഫ്രെയിംവർക്കുകൾ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ബിൽഡ് ചെയ്യാനുള്ള ശ്രമങ്ങളിലുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു സിസ്റ്റം തിങ്കിങ് തന്നെയാണ് ഏതൊരു ഫൗണ്ടറിന്റെയും
ഏറ്റവും പ്രൈമറി ആയിട്ട് വേണ്ടത്. ഒരു സിസ്റ്റം ഡിസൈൻ, ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനെ അപ്പൊ ഒന്ന് ഫിക്സ് ചെയ്യുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരു കാലത്ത് ഈ ഒരു പ്രശ്നം ഇല്ലാത്ത തരത്തിൽ ഇത് എന്റെ ഇന്റർവെൻഷൻ റൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടാവുന്ന, എന്റെ ടീമിനാണെങ്കിലും റൈറ്റ് ആയിട്ട് ഇത് മുന്നോട്ട് എടുത്തുകൊണ്ടാകാൻ പറ്റുന്ന, കണ്ടിന്യൂസ്ലി എല്ലാ ഡേയും അല്ലെങ്കിൽ എല്ലാ വീക്കിലും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിട്ട് തന്നെ അതിനെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അക്യുമൻ, ഒരു കാപ്പബിലിറ്റി ഫൗണ്ടേഴ്സിന് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഒരു ബിസിനസ് ഗ്രോത്തിന്റെ, ബിസിനസ് സക്സസിന്റെ രഹസ്യം എന്നുള്ളതും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പാറ്റേൺ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടിയാണ് ഇതും. സമയത്തിന്റെ പരിമിതി ഇതും വളരെ ചെറിയൊരു ടോപ്പിക്കായിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇതിൽ ഇനിയും ഫോളോ അപ്പ് കോൺവെർസേഷൻസ് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതൊരു ഒത്തിരി ഡയലോഗായിട്ട് തീരേണ്ടതല്ല. നമുക്ക് ഒരുപാട് കോൺവെർസേഷൻസ് ഇനി ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. സോ ഈ ഒരു ചോദ്യം തന്നെ നമ്മളിപ്പോ ഉള്ള ഫൗണ്ടേഴ്സിനൊക്കെ ഉള്ളിലോട്ട് ചോദിക്കുകയാണെങ്കിൽ, ഒരേ പ്രശ്നം തന്നെ ഒരു വട്ടത്തിൽ കൂടുതൽ സോൾവ് ചെയ്തിട്ടുണ്ടോ? ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും സോൾവ് ചെയ്യേണ്ട, ഒരേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വീണ്ടും ആൻസർ ചെയ്യേണ്ട, ഒരേ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെ ഇത് എങ്ങനെ ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിന് ഈ 56 പേരുന്ന് ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ടുള്ള തോട്ട്, ഒരു ബിസിനസ്സിലെ ഒരു പ്രോബ്ലം ഒരു തവണയിൽ കൂടുതൽ സോൾവ് ചെയ്യാൻ മൾട്ടിപ്പിൾ എഫേർട്സ് എടുക്കേണ്ട വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പം ഓഡിയൻസിൽ നിന്ന് ഒരു റെസ്പോൺസ് വരികയാണെങ്കിൽ നമുക്ക് അതിനൊരു ഒരു ധാരണ വരുമായിരുന്നു. ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ആയിട്ടോ എന്തെങ്കിലും ഒരു റെസ്പോൺസ് പ്രതീക്ഷിക്കുന്നു. യെസ് യെസ് സോ യെസ് അപ്പൊ ഞാൻ ഒരു കൺസെപ്റ്റ് എല്ലാവരും മനസ്സിലേക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ് ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്തത്. ഒരു പ്രശ്നം തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് സോൾവ് ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു തംസ് ഡൗണും കണ്ടോ? അപ്പൊ ആർക്കും ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ എനിവേ, അപ്പോ ഒരു സിസ്റ്റം തിങ്കിങ് എന്ന് പറയുന്നത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രശ്നത്തിനെ കണ്ടിന്യൂസ്ലി ലോങ് ടേമിലേക്ക് സസ്റ്റൈനബിൾ ആയിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സിസ്റ്റം തിങ്കിങ്. സിസ്റ്റം തിങ്കിങ് എന്നാണ് സിസ്റ്റം ഡിസൈൻ വരുന്നത്. ആ സിസ്റ്റം ഡിസൈൻ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയും അതിൽ നിന്നുള്ള റിസൾട്ട് വരികയും ചെയ്യുമ്പോഴാണ് നമുക്ക് എഫിഷ്യൻസി കൂടുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഒരു മൊത്തത്തിൽ ഓവറോൾ ആയിട്ടുള്ള ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കൽ പഠിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലല്ല സിസ്റ്റം തിങ്കിങ് എന്ന് പറയുന്നത്. നമ്മളൊരു ലെൻസ് ആണ്, നമ്മൾ എങ്ങനെ ഓരോ കാര്യങ്ങളെ നോക്കി കാണണം. ബിസിനസ് എന്ന് പറയുന്ന അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇസ് എ ഗെയിം ഓഫ് പ്രോബ്ലം സോൾവിങ്, ഒരു ചെയിൻ ഓഫ് പ്രോബ്ലം സോൾവിങ് തന്നെയാണ്. എത്ര വലിയ ബിസിനസ് ആണെങ്കിലും വലിയ പ്രോബ്ലംസ് സോൾവ് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഒരിക്കലും ഒരു പ്രോബ്ലംസ് നിൽക്കുന്നില്ല. പുതിയ ചലഞ്ചുകളെയും പുതിയ പ്രോബ്ലംസിനെയും അറ്റൻഡ് ചെയ്തുകൊണ്ട് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള വേല സോൾവ് ചെയ്യുന്നു, അതിലൂടെ അഡ്വാൻറ്റേജ് എടുക്കുന്നു, അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാ ബിസിനസ്സും ചെയ്യുന്നത്. അപ്പൊ അതില് സിസ്റ്റം തിങ്കിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്കില്ലല്ല, അതൊരു ലെൻസ് ആണ്. നമ്മൾ ഓരോ കാര്യങ്ങളെയും ഒരു അപ്രോച്ചിനെ നോക്കി കാണുന്ന, ഒരു പ്രോബ്ലത്തിനെ നോക്കി കാണുന്ന അപ്രോച്ചാണ് ഒരു സിസ്റ്റം തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഒന്ന് ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 റൂളുകളിലേക്ക് നമ്മൾ ഇതിനെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പറയുകയാണ്. അപ്പൊ ഇതിലൂടെ ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും തോന്നുന്നു. സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാക്കിയിട്ട് അത് മറന്നു കളയേണ്ട ഒരു കാര്യമേ അല്ല. സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഫൗണ്ടർ ഒരു സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ ആ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ അഡ്വക്കേറ്റ്, ഈ സിസ്റ്റത്തിലൂടെ തന്നെ കാര്യങ്ങൾ നടക്കണം, ഈ സിസ്റ്റമാണ് നമ്മുടെ ഏറ്റവും ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് അഡ്വക്കേറ്റ് ചെയ്യേണ്ട ആള് ഫൗണ്ടർ തന്നെയാണ്. ഒരിക്കലും സിസ്റ്റം ഉണ്ടാക്കി ടീം അത് ഫോളോ ചെയ്യട്ടെ എന്നൊരു തോട്ട് പ്രോസസ്സേ ആയിരിക്കരുത് ഉണ്ടാവേണ്ടത്. അപ്പോ ഫൗണ്ടേഴ്സിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാനും അത് നമ്മുടെ ടീമിന്റെ ഉള്ളിൽ അഡ്വക്കേറ്റ് ചെയ്യാനും അത് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടെന്ന് മോണിറ്റർ ചെയ്യാനും ഈ ഒരു സൈക്കിൾ റിപ്പീറ്റഡ് ആയിട്ട് നടത്താനുമുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ശരിക്കും ഒരു ഫൗണ്ടറിന് വേണ്ടത്. അപ്പൊ മാത്രമാണ് ഇതൊരു സിസ്റ്റമായിട്ട് മാറുന്നത്. ഒരിക്കലും ഫൗണ്ടർ സിസ്റ്റത്തിന് പുറത്തല്ല, ഫൗണ്ടറാണ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ആങ്കർ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് പറയുമ്പോൾ ഇപ്പം ശരിക്കും നമ്മൾ നേരത്തെ നസീബ് പറഞ്ഞ പോലെ തന്നെ സിസ്റ്റം എന്ന് പറയുന്ന ഒരു രീതിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കാലത്തും ഏതൊരു ബിസിനസ്സിനും സിസ്റ്റം ഉണ്ടായിട്ടും നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പം ഒരു 30 കൊല്ലം മുന്നേ ഒരു രജിസ്റ്ററിൽ എഴുതി മാത്രം ഡാറ്റ സൂക്ഷിച്ചിരുന്ന ഒരു കമ്പനിക്കും ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ സിസ്റ്റം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിനുശേഷം പിന്നെ നമുക്ക് ഒരു തരത്തില് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് ലോകത്തിലെ ബിസിനസ്സുകളെ അല്ലെങ്കിൽ ഡാറ്റയെ എങ്ങനെ ലോകം നോക്കി കാണുന്നു എന്നുള്ള ഒരു വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു ടൂളാണ്. അതിനുശേഷം ഒരു എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാറ്റ്ഫോംസ് പോലെ ERP സോഫ്റ്റ്വെയർസ് വരുന്നു. അതിനുശേഷം സാസ് പ്ലാറ്റ്ഫോംസ്, എന്റർപ്രൈസ് സൊല്യൂഷൻ സാസ് പ്ലാറ്റ്ഫോംസ്, പലതരത്തിലുള്ള CRMകളായിട്ടും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആയിട്ടും പ്രൊജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറായിട്ടും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ടൊക്കെ മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയറുകൾ ആ ഒരു സിസ്റ്റങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം
അതിനുശേഷം ഇപ്പൊ നമ്മൾ AI കാലഘട്ടത്തിൽ വന്ന് നിൽക്കുകയാണ്. ഒരു AI മോഡലിന് ശരിക്കും നമുക്ക് എങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു സിസ്റ്റം ഉണ്ടാവണം, AI ഏജൻസ് ഹ്യൂമൻ റിസോഴ്സിനെ പോലും പലതരത്തിൽ റിപ്ലേസ് ചെയ്യുന്ന തരത്തിലൊക്കെയുള്ള സംസാരങ്ങളും പലതരത്തിലുള്ള അൺസർട്ടനിറ്റി ഒക്കെ നിലനിൽക്കുന്ന ഒരു സമയത്തും കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഒക്കെ ഒരു ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് സിസ്റ്റത്തെ മോഡൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ചിന്ത നമുക്കൊരു ഒരു ഗ്രാഫിക് ഡിസൈനിലേക്കൊന്നും അല്ല പോകേണ്ടത്. ഡിസൈൻ എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് എങ്ങനെ നമ്മൾ അതിനെ പാകപ്പെടുത്തി എടുക്കുന്നു, ഏറ്റവും ക്രിയാത്മകമായിട്ട് ഏറ്റവും നമ്മുടെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് ഏറ്റവും മിനിമം അല്ലെങ്കിൽ ഏറ്റവും ഒപ്റ്റിമം എമൗണ്ട് ഓഫ് റിസോഴ്സസ്, ടൈം, എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മൾ എങ്ങനെ ഒരു കാര്യത്തിനെ പാകപ്പെടുത്തി എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസൈൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു എക്സൽ മോഡൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു AI പ്രോംപ്റ്റ് കൊണ്ടോ നമുക്ക് ഒരു സിസ്റ്റത്തിന് മോഡൽ ചെയ്തെടുക്കാൻ പറ്റും. അതിൽ വേണ്ട എന്താണ്, ഈ ഇൻപുട്ട് കൊടുത്താൽ എനിക്ക് ഈ ഔട്ട്പുട്ട് കിട്ടണം, അതിൽ ഇന്ന ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്, ഈ ഫാക്ടേഴ്സ് ഒക്കെ സോൾവ് ആവുന്ന തരത്തിൽ അതിന്റെ മെക്കാനിസങ്ങൾ എനിക്ക് ഡിസൈൻ ചെയ്യണം എന്നുള്ള തരത്തിലുള്ള ഒരു ഓറിയന്റേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു കൃത്യമായ ഡിസൈൻ സിസ്റ്റം മോഡൽ ചെയ്യാൻ പറ്റുക. അതിനുശേഷമാണ് അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ, ടീമുമായിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ, അഡോപ്ഷൻ, മോണിറ്ററിംഗ് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളതാണ്. ഈ മൂന്നാമത്തെ ഗോൾഡൻ റൂൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇനി ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ എങ്ങനെ ഇതിനെ ഫിക്സ് ചെയ്യണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതൊരു ക്വിക്ക് ഫിക്സുകൾ മാത്രം നമ്മൾ തേടി പോവുകയാണെങ്കിൽ നമുക്ക് സിസ്റ്റങ്ങൾ അപ്ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, പുതിയ സിസ്റ്റങ്ങൾ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു സിസ്റ്റം തിങ്കിങ് എന്ന് പറയുന്ന ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മൾട്ടിപ്പിൾ AI ടൂളുകളിലൂടെ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചിലൂടെ, ആർട്ടിക്കിളിലൂടെ, ബുക്കുകളിലൂടെ ഒക്കെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാൻ പറ്റും എന്ന് തന്നെ മനസ്സിലാക്കാം. ഇനി ഇതിന് നമുക്ക് ഒരു നമ്മുടെ സെഷന്റെ ഒരു 75% 80% പാർട്ട് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ ഒരു ഏറ്റവും വാല്യുബിൾ ആയിട്ട്, ഈ ഒരു സെഷന്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ ശരിക്കും വിചാരിക്കുന്നത് ഒരു സിസ്റ്റം ബ്ലൂ പ്രിന്റ് തരണം എന്നുള്ളതാണ്. ഈ ഒരു സെഷൻ ഒരു വൺ ടൈം ഒരു വെബിനാർ ആയിട്ട് കഴിഞ്ഞു പോവുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എപ്പോഴും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സോളിഡ് ഡോക്യുമെന്റ് ഉണ്ടാവുന്ന, നമുക്ക് എപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ നാളെ തൊട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ ഹാൻഡ് ബുക്ക് ഉണ്ടാവുന്ന തരത്തിലാണ് നമ്മൾ എല്ലാ വെബിനാറുകളെയും പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നമ്മൾ ഇതിന് ശേഷം ഷെയർ ചെയ്യുന്നുണ്ടാവും. എല്ലാവരും അത് ഗോ ത്രൂ ചെയ്തിട്ട് അതിലത്തെ ഫീഡ്ബാക്കും അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കഷൻ വേണമെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ അതിനുള്ള കൺസൾട്ടേഷൻ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ 2506 എന്നുള്ള യൂണിറ്റിലാണ് നമ്മളുള്ളത്. ഏത് സമയത്തും വെൽക്കം ആണ്, ഓൺ ഓഫീസ് അവേഴ്സ് എന്നുള്ളോട് പറയുന്നു. അപ്പൊ ഞാൻ ക്വിക്ക് ആയിട്ടൊന്ന് ഈ സിസ്റ്റം ബ്ലൂ പ്രിന്റിലേക്ക് ഞാൻ ഒന്ന് കടന്നു പോയതിനു ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനിലേക്ക് പോവാന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും അതിലും കൂടി നമ്മുടെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഈ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 8 സിസ്റ്റങ്ങളിലേക്ക് നമ്മൾ ഒന്ന് മൊത്തത്തിൽ ഒരുപാട് സിസ്റ്റങ്ങൾ ശരിക്കും ഓരോ ബിസിനസ്സിനും വേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ഡൗൺ ആയി, ഒന്ന് കേൾക്കാൻ പറ്റുന്നത്. ഹലോ, ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണല്ലേ? യെസ്. ഹായ്, താങ്കളുടെ നെറ്റ്വർക്ക് കൂടെ ഒന്ന് ചെക്ക് ചെയ്യൂ. ഓഡിബിൾ ആണെന്നാണ് തോന്നുന്നത്. സോ കണ്ടിന്യൂയിങ്. സോ നമ്മൾ ജനറലി പറയുമ്പോൾ ഏതൊരു ബിസിനസ്സിനും, ഗ്രോയിങ് ബിസിനസ്സിനും വേണ്ട സിസ്റ്റങ്ങളെ നമ്മൾ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ 8 മസ്റ്റ് ഹാവ് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ എന്തായാലും വേണ്ടതുണ്ട്. അത് നമ്മൾ സിംഗിൾ പേഴ്സൺ കമ്പനി ആണെങ്കിലും നമ്മൾ മൾട്ടിപ്പിൾ ആൾക്കാരുണ്ട്, നമുക്ക് ലീഡേഴ്സ് ഇല്ലെങ്കിലും ഒക്കെ ഇതുണ്ടെങ്കിൽ മാത്രമേ ഗ്രോത്ത് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഈ ആളില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ ഫൗണ്ടർ തന്നെ അറ്റൻഡ് ചെയ്യേണ്ട തരത്തിലുള്ള സിസ്റ്റങ്ങളായിട്ട് തന്നെ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. ഒരിക്കലും ഇത് കൊണ്ടു കിടക്കാൻ ആളില്ല എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്ക്യൂസ് ആയി നിൽക്കുന്നില്ല. അത് കമ്പനിയുടെ ഗ്രോത്തിനെയാണ് സ്ലോ ഡൗൺ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത്തരത്തിലുള്ള നേരത്തെ നമ്മൾ ആദ്യത്തെ 3 റെസിവ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. അതിന്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ പ്ലാൻ നമ്മൾ ശരിക്കും അതിൽ കൊടുത്തിട്ടുണ്ട്. സെയിൽസിന്റെ ഗ്രോത്തിന്റെ സിസ്റ്റം, ലീഡർഷിപ്പിന്റെ ഡെവലപ്മെന്റ് സിസ്റ്റം, പ്ലാനിങ് ആൻഡ് റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട സിസ്റ്റം, കസ്റ്റമർ എക്സ്പീരിയൻസ് എങ്ങനെ ബെറ്റർ ആക്കണം എന്നുള്ളതിന്റെ സിസ്റ്റം, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇപ്പൊ ഒരു ബിസിനസിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആണ് റൈറ്റ് ആയിട്ട് അതിന്റെ ഫിനാൻസ് മാനേജ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഗവൺമെന്റിന്റെ കോംപ്ലയൻസ് അല്ലെങ്കിൽ GST അല്ലെങ്കിൽ ടാക്സിന് മസ്റ്റ് ആയിട്ടും ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ അക്കൗണ്ട്സ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നുണ്ട്. ഫിനാൻസ് എന്ന് പറയുന്നത് അക്കൗണ്ട്സിന്റെ ഒരു കുറച്ചുകൂടി ബിഗ് പിക്ചറിലുള്ള ഒരു ടെർമിനോളജിയാണ്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ക്യാപിറ്റൽ എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ ഫിനാൻസ് ഫോർകാസ്റ്റ് ചെയ്യുന്നു, ബഡ്ജറ്റ് ചെയ്യുന്നു, ആ കോസ്റ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, നമ്മൾ ക്യാഷ് ഫ്ലോ ഹെൽത്തി ആണെന്ന് എങ്ങനെ ഉറപ്പുവരുത്തുന്നു എന്ന തരത്തിലുള്ള കുറച്ചുകൂടി ബിഗ് പിക്ചറിലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്.
ടാലന്റ് അക്വിസിഷൻ ആൻഡ് ഓൺബോർഡിംഗ് സിസ്റ്റം. ഇപ്പൊ ഉറപ്പായിട്ടും നമ്മൾ ഒരു ടീമിന് തന്നെയാണ് നമുക്കൊരു വലിയ ഗ്രോത്തിലേക്ക് ഒരു ഓർഗനൈസേഷനെ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ടാലന്റിനെ എങ്ങനെ അക്വയർ ചെയ്യാം, ഓൺബോർഡ് ചെയ്യാം എന്ന തരത്തിലുള്ള സിസ്റ്റത്തിന് ഇംപ്ലിമെന്റേഷൻ പ്ലാൻ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് ആൻഡ് ലീഡ് ജനറേഷൻ സിസ്റ്റം. ഇപ്പൊ ഉറപ്പായിട്ടും മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പൈലറ്റ് ഫംഗ്ഷൻ ആണ്. നമ്മൾ 7ാമതാണ് കൊടുത്തതെങ്കിലും അതിന്റെ ഒരു പൈലറ്റ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ ഉണ്ടാവുക, ക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡ്സ് എപ്പോഴും വരിക, നല്ല അവയർനെസ് ഉള്ള കൺവേർട്ട് ആവാൻ സാധ്യതയുള്ള ലീഡ്സ് വരിക എന്നുള്ളത് ഏതൊരു ബിസിനസിന്റെയും ഫണ്ടമെന്റൽ ആണ്. അതുപോലെ ഓപ്പറേഷൻ ആൻഡ് ഡെലിവറി സിസ്റ്റം. ഇപ്പൊ നമ്മൾ മാർക്കറ്റിനോട് നമ്മൾ പ്രോമിസ് ചെയ്യാണ്, നമുക്ക് ഇതൊക്കെ നിങ്ങളുടെ ഈ പ്രശ്നം ഞങ്ങൾ ഈ രീതിയിൽ ഞങ്ങൾ സോൾവ് ചെയ്ത് തരാം എന്നുള്ളതാണ് നമ്മൾ മാർക്കറ്റിംഗിൽ അവയർനെസ്സിലൂടെ കണ്ടിന്യൂസ്ലി പറയുന്നത്. അത് നമുക്ക് ആ കമ്മിറ്റ്മെന്റ് നമുക്ക് പ്രോമിസ് നമുക്ക് ഡെലിവർ ചെയ്യണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആൻഡ് ഡെലിവറി സിസ്റ്റം വേണ്ടതുണ്ട്. അപ്പൊ ഇത് ഞാനൊരു സ്ക്രീൻഷോട്ട് ആയിട്ട് വെച്ചതാണ് മുകളിൽ. അതുപോലെ ഒരു 90-day റോഡ് മാപ്പ്. ഇത് എല്ലാ സിസ്റ്റത്തിലും ഇത്തരത്തിലുള്ള ഒരു 90-day റോഡ് മാപ്പ് കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റാർട്ടർ ആയിട്ട് മാത്രം കാണണം. ഇത് നിങ്ങളുടെ കോൺടാക്റ്റിനനുസരിച്ച്, നിങ്ങളുടെ ബിസിനസിന്റെ കാപ്പബിലിറ്റി അനുസരിച്ച്, നിങ്ങൾക്ക് എങ്ങോട്ടാണോ നിങ്ങളുടെ ബിസിനസിനെ കൊണ്ടുപോകേണ്ടത് എന്നുള്ള വിഷൻ അനുസരിച്ച് ഒക്കെ ഇതിനെ ട്യൂൺ ചെയ്തുകൊണ്ട് ഒരു ഫ്രെയിംവർക്ക് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഈ സിസ്റ്റങ്ങളൊക്കെ കാണാം എന്നുള്ളതാണ്. ഈ വെബിനാർ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്യുന്നുണ്ടാവും. ആരെങ്കിലും ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം, നമ്മൾ റീച്ച് ഔട്ട് ചെയ്യണം എന്ന് നമ്മളോട് പറയുകയാണ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിക്ക് വൺ സിസ്റ്റം സ്റ്റാർട്ട് ദിസ് വീക്ക്. നമുക്ക് ഏറ്റവും പെട്ടെന്ന് പ്രാക്ടിക്കലായിട്ട് ഏറ്റവും സ്പീഡ് അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ എത്ര പെട്ടെന്ന് ആക്ട് ചെയ്യുന്നു അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചറൊക്കെ എപ്പോഴും നമ്മൾ നോക്കി കാണുമ്പോൾ സ്റ്റാർട്ടപ്സിലൊക്കെ ആ ഒരു സ്പീഡാണ് വളരെ അഡ്വാൻറ്റേജ് ഉള്ളത്. വലിയൊരു കമ്പനി, വലിയൊരു കോർപ്പറേഷന് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതിനേക്കാളും സ്പീഡിലൊരു സ്റ്റാർട്ടപ്പിന്റെ കാര്യം ചെയ്യാൻ പറ്റുന്നത് സ്പീഡ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അത് ആ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലൊരു സിസ്റ്റം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് വേണമെങ്കിൽ നമുക്കും അത് വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പത്രത്തിൽ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യണമെന്നും പറയുന്നു. സോ നമ്മുടെ ഒരു എൻഡിലേക്ക് വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ ഇതുവരെ ഈ ഒരു സെഷനിൽ നടന്നിട്ടില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നല്ല ചോദ്യങ്ങളിലൂടെ, നല്ല പ്രോബ്ലം സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ഒരുമിച്ച് സോൾവ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു Q&A സെഷനും കൂടി നമുക്ക് നടത്താന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാറ്റർഡേ നൈറ്റിൽ ക്ലാരിറ്റി പാർട്ട്നേഴ്സിന് ഈ ഒരു വെബിനാറിൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ കാണിച്ച എല്ലാവർക്കും, ആ ഒരു ഗ്രോത്തിന് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ ഇന്റൻഷൻ കാണിച്ച എല്ലാവർക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ Q&A-ലേക്ക് കിടക്കാണ്. സോ പ്ലീസ് റൈസ് യുവർ ഹാൻഡ്സ് ആൻഡ് ലെറ്റ്സ് ഹാവ് സം ക്വസ്റ്റ്യൻസ് ആൻഡ് ലെറ്റ്സ് ഹാവ് ഡിസ്കഷൻ. താങ്ക് യു. നാൽപ്പത്തേഴ് പേരുണ്ട്. നമ്മള് ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? യെസ്, ജോ മാത്യു. ഹായ്. എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ടീം ഒരു ബിലോ 5 ഉള്ള ഒരു ടീമാണ്. എന്നെ സംബന്ധിച്ചൊരു ചെറിയൊരു ടീമാണ്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഒരു 3-4 പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇത് എങ്ങനെ ഫലപ്രദമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഒരു വലിയൊരു ടീം ഇല്ലാത്തവർക്ക് ഇത് പറ്റുമോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ശരിയാണ്. ഞാൻ തന്നെയാണ് എല്ലാത്തിലും ഓടുന്നതും എല്ലാ കോഴ്സും ഡെയിലി ഇത് അതൊരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത് പലപ്പോഴും നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴൊരു പ്രശ്നം വരുന്നത് നമുക്ക് അത്രയും ഉള്ളൊരു ടീം മെമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ തന്നെ സെയിൽസ് എടുക്കുന്നു. എല്ലാത്തിനകത്തൊരു ഇൻവോൾവ്മെന്റ് വരുന്നത്. ചെറിയ ടീം ആകുമ്പോൾ ഇത് എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? അതാണ് എൻ്റെ ചോദ്യം. യെസ്, വളരെ നല്ല ചോദ്യമാണ്. ഇത് പലപ്പോഴും ഈ പറഞ്ഞ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസുകൾക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ കൂടിയാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ചോദ്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഉറപ്പായിട്ടും ഒരു ഗ്രോയിങ് ബിസിനസ്സിൽ ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളൊക്കെ വേണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആസ് എ ഫൗണ്ടർ നമ്മളും ഈ സിസ്റ്റത്തിനെ അപ്ഹോൾഡ് ചെയ്യണം എന്നുള്ളതാണ്. നാളെ നമ്മളൊരു ടീമിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ ടീമിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഈ സിസ്റ്റത്തിനെ ക്യൂറേറ്റ് ചെയ്യുകയും അതിൽ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് അവിടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നമ്മളെയും കൂടി ഉത്തരവാദിത്തമായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കണം. അപ്പൊ ഇന്നുള്ള ചെറിയ ടീമിലാണെങ്കിലും അഡീഷണൽ റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള ബാൻഡ്വിഡ്ത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ജൂനിയർ എക്സിക്യൂട്ടീവ്സിനെ ആണെങ്കിലോ അല്ലെങ്കിൽ ഇന്റേൺസ് ആണെങ്കിലോ നമ്മൾ മൾട്ടിപ്പിൾ ചെറിയ രീതിയിലെങ്കിലും ടീമിലേക്കുള്ള, ഇന്നിപ്പോൾ വെർച്വലി ഒക്കെ നമുക്ക് ടീം എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉള്ള സമയത്ത് ഒരു സിസ്റ്റം നമ്മളൊരു ബേബി സ്റ്റെപ്പായിട്ട് കണ്ട് നമ്മൾ അതിനെ ബിൽഡ് ചെയ്യുകയും അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ചെറിയ രീതിയിലെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന എഫേർട്സ് ഉണ്ടാകുമ്പോഴാണ് ഒരു ഓവർ എ ടൈം പീരീഡ് മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്ക് മറികടക്കാൻ പറ്റുന്നുണ്ടാവുക. പ്രത്യേകിച്ചും നമ്മൾ തന്നെ ഒരു നല്ല സിസ്റ്റം വഴി നമ്മൾ സെയിൽസ് നടത്തുമ്പോൾ ശരിക്കും സെയിൽസിൽ കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ബിസിനസ്സിന് കൂടുതൽ ആൾക്കാർ അഫോർഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സിസ്റ്റം ശരിക്കും ഫൗണ്ടർ ചെയ്യുന്നതിലൂടെ തന്നെ
റവന്യൂ ആണ്, ബിസിനസ് ആണ് ഗ്രോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബെറ്റർ ഡിസിഷൻസ്, ഹയർ ഡിസിഷനിലേക്ക്, ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള ഡിസിഷൻസിലേക്കൊക്കെ പോകാൻ പറ്റും എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പൊ പ്രാക്ടിക്കലി താങ്കളുടെ സിറ്റുവേഷനെ പറ്റി കൂടുതൽ അറിഞ്ഞാലായിരിക്കും അവിടെ റൈറ്റ് ആയിട്ട് പറയാൻ പറ്റുക. യെസ് നസീർ പ്ലീസ്. അല്ല, ഒരു പോയിന്റ് കൂടി ഉള്ളത്, പലപ്പോഴും ചെറിയ ടീം ആകുമ്പോൾ പല സിസ്റ്റങ്ങളും വാട്സപ്പിന്റെ അകത്തായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ദാറ്റ്സ് ടോട്ടലി ഓക്കെ. ഇപ്പൊ ചെറിയൊരു ഫേം ആണ്, എമേർജിംഗ് ആണെങ്കിൽ പൊതുവെ ചിലപ്പോൾ ഒരു ടെക്കിലേക്ക് ഒന്നും അഡോപ്ഷൻ അന്ന് നടത്തിയിട്ടുണ്ടാവണം എന്ന് നിർബന്ധമില്ല. പക്ഷെ എല്ലാത്തിനും ഒരു രീതി ഉണ്ടാവണം. ആ രീതി കുറച്ചുകൂടി എന്താ പറയാ, നമുക്ക് തന്നെ അറിയാലോ, നമ്മൾ തന്നെ ലീഡ് ഫോളോ അപ്പ് ചെയ്യുന്നില്ല, നമുക്ക് തന്നെ മനസ്സിലാവും ലീഡ് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അപ്പൊ ഏകദേശം വാട്സപ്പ് എന്നത് അടുത്തൊരു നമുക്ക് ഇങ്ങോട്ട് റിമൈൻഡർ തരുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറേണ്ടതുണ്ട് എന്നുള്ള നീഡ് നമുക്ക് അപ്പോഴേക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ അതിനോട് ഹോണസ്റ്റ് ആയിട്ട് പ്രതികരിക്കുക എന്നുള്ളത്. മ്യൂട്ട് ആയിട്ടുണ്ട്. യെസ് സോറി. അപ്പോ വാട്സപ്പിലാണെങ്കിൽ പോലും അത് ഇഫക്റ്റീവ് ആവാത്ത ഏതോ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത്, ഇപ്പൊ മേ ബി നമ്മള് പല ലീഡുകളായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്, പല ലീഡിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവണം, ഓക്കെ ദിസ് ഇസ് ദ ടൈം ടു അഡോപ്റ്റ് ദ ന്യൂ സിസ്റ്റം. റിമൈൻഡറുകൾ ഇങ്ങോട്ട് വരേണ്ട സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇനി മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് കഴിയില്ല. കാര്യം നമ്പർ ഓഫ് ലീഡ്സ് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ കുറെ ആളുകളെ ഇനിയും കൂടുതൽ ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനെ സിസ്റ്റമാറ്റിക്കലി നമ്മളെപ്പോലും ട്രിഗർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറേണ്ടതുണ്ട് എന്നുള്ളത് അന്ന് മനസ്സിലാവും. അപ്പോ ഏതൊരു കോണ്ടെക്സ്റ്റ് ആണെങ്കിലും അതിനൊരു സിസ്റ്റമാറ്റിക് തിങ്കിങ് ആണ് വേണ്ടതെന്ന് തോന്നുന്നു. കുറെ വൈൽഡ് ആയിട്ട് ചിന്തിച്ചില്ലെങ്കിൽ പോലും ട്രാക്കബിൾ ആണോ, നമുക്കൊരു സമയത്ത് ഇൻസൈറ്റ്സ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് റിമൈൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ പരിഗണിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. Yes. നമ്മൾ ഈ ഫൗണ്ടറുടെ ബാൻഡ്വിഡ്ത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളത്. കൂടാതെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം ഒരു ടീം, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ലീഡേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഡെലിഗേറ്റ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുകയും എന്തൊക്കെയാണ് ലീഡർ, അതായത് ഫൗണ്ടർ ഏതൊക്കെ കാര്യങ്ങളാണ് മാനേജ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളൊരു ഡൗട്ട്. അതൊരു ഫസ്റ്റ് ആൻസർ ഞാൻ പറയാം, അർജുൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. മോസ്റ്റ് ക്രിട്ടിക്കൽ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യൽ തന്നെയാണ് ഇതിന്റെ ഒരു ഗെയിം. മോസ്റ്റ് ക്രിട്ടിക്കൽ പാർട്ട് ഹോൾഡ് ചെയ്യുക, മാക്സിമം എന്താ പറയാ ബിസിനസ്സിൽ ഏറ്റവും എളുപ്പത്തിൽ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ചിലപ്പോഴൊക്കെ ഫൗണ്ടേഴ്സിന് ഈ പറഞ്ഞ പോലെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ ഡെലിഗേറ്റ് ചെയ്യണമെന്നും പൊതുവേ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ സെയിൽസ് ആണെങ്കിൽ ഓക്കെ, സെയിൽസ് ഗ്രോത്ത് ആണല്ലോ, അപ്പോ അവിടെ എന്നെക്കാൾ നല്ലൊരു എക്സ്പേർട്ട് വരട്ടെ, അപ്പോ ആ സ്ട്രെസ്സിന് എനിക്ക് കുറയ്ക്കാം എന്ന് ചിന്തിക്കുന്ന ഫൗണ്ടേഴ്സ് ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് മറ്റു ഫൗണ്ടേഴ്സ് ഉണ്ട്, മൊത്തം ഡെലിവറി അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഒക്കെ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സെയിൽസ് വെട്ടിപ്പിടിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അപ്പം ഒരു പേഴ്സണൽ ചോയ്സിന്റെ അകത്തേക്ക് അത് ഒതുങ്ങി പോവാതെ ബിസിനസിന്റെ ക്രിട്ടിക്കാലിറ്റി വെച്ചുകൊണ്ട് ഇതിനെ പരിഗണിക്കണം അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. യെസ്, നസീബ് പറഞ്ഞ തന്നെയാണ് വളരെ അലൈൻഡ് ആയിട്ടുള്ള ഒറ്റൊരു പോയിന്റ് ആണ് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ നസീബ് പറഞ്ഞ പോലെ തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ഇപ്പം നമുക്ക് പൊതുവെ പറയാറുണ്ട് ഹൈ സ്റ്റേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പം നമുക്ക് ഒരു ഇവന്റിൽ പോയി അറ്റൻഡ് ചെയ്ത് നമ്മൾ പോയിട്ട് കുറച്ച് കണക്ഷൻസ് ഉണ്ടാക്കി ഒരു ലീഡ്സുമായിട്ട് വരുന്നു, നമ്മൾ അത് ക്ലോസ് ചെയ്യാൻ നോക്കുന്നു. ഒരു നമുക്ക് നല്ല പാർട്ട്ണർഷിപ്പ്, നല്ല ബിസിനസ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു പാർട്ട്ണറിനെ നമ്മൾ നേരിട്ട് പോയി കാണുന്നു, അല്ലെങ്കിൽ നമ്മളൊരു R&D ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വേറൊരു ഇനിഷ്യേറ്റീവ് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് ഹൈ സ്റ്റേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും കുറച്ചധികം സമയം ഫൗണ്ടറിന് ഡിപ്പെൻഡഡ് ആയിരിക്കാനാണ് പൊതുവെ കാണാറ്. പക്ഷെ റുട്ടീൻ ആയിട്ടുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസിലേക്ക്, റുട്ടീനായിട്ട് ഒരേ റിപ്പീറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, കുറച്ചുകൂടി മേ ബി ഫൗണ്ടറിന്റെ കാപ്പബിലിറ്റി റിക്വയർ ചെയ്യാത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് ശരിക്കും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മളിത് ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾക്കും ഒരു തരത്തിൽ ഇതിലൊരു വളരെ മിനിമം അക്യുമെന്റ് എങ്കിലും ഉണ്ട്. അവിടെ ട്രെയിനബിൾ ആയിട്ടുള്ള ആളാണ്, നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്താൽ എടുത്ത് അവിടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നും ഉറപ്പുവരുത്താണെങ്കിൽ മാത്രമേ ഈ ഒരു ഡെലിഗേഷനും റൈറ്റ് ആയിട്ട് നടക്കുള്ളൂ. ഇല്ലെങ്കിൽ തിരിച്ചും ഫൗണ്ടേഴ്സിന് തന്നെ ഇത് പിന്നെയും ഏറ്റെടുക്കേണ്ട വരുന്ന സിറ്റുവേഷനും കാണാറുണ്ട്. അപ്പം ഒരു കോമ്പിനേഷൻ അവിടെ വർക്ക് ആവേണ്ടതുണ്ട്, ക്രിട്ടിക്കലി ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പം ഇതില് ഒരു തരത്തിൽ ഇപ്പൊ ഡെലിഗേറ്റ് ചെയ്ത കാര്യത്തിൽ ഇൻ കേസ് ഇനി ഒരു എറർ വരികയാണെങ്കിൽ പോലും അത് നമുക്ക് റിവേഴ്സിബിൾ ആയിട്ടുള്ള എറർ ആണോ, നമുക്ക് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള എറേഴ്സ് ഉണ്ടാവുന്ന തരത്തിലുള്ള ഡെലിഗേഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള ഉറപ്പ് വേണ്ടതുണ്ട്. അപ്പൊ ചെറിയ ടാസ്കുകൾ കൊടുത്തിട്ട് ആ ഒരു കാര്യം നമ്മളൊന്ന് വാലിഡേറ്റ് ചെയ്യണം, അയാൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ എറർ ഉണ്ടായാൽ വലിയ രീതിയിലുള്ള നഷ്ടം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള റിസ്കുകൾ ബിസിനസ്സിന് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ടാസ്കുകൾ ഡെലിഗേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ജനറലി കാണുമ്പോഴുള്ള ഒരു തോട്ട്. ഐ ഹോപ്പ് ദാറ്റ് മേഡ് എ ക്ലാരിറ്റി. I got the clarity. Thank you so much. ഒരു അഡീഷണൽ പോയിന്റ് കൂടി പറയുന്നു. ഇപ്പോൾ ചെറിയ ബിസിനസ് ആണെങ്കിലും ഒരു മീഡിയം ബിസിനസ് ആണെങ്കിലും ഒക്കെ എപ്പോഴും ഇതിന്റെ ബെസ്റ്റ് പ്രാക്ടീസസിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ റിസീവ് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ സ്റ്റേജിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ഭയങ്കര ജഡ്ജ്മെന്റൽ വ്യൂവിൽ ആരും കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴും വലിയ ബിസിനസ്സുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് അത്തരം ആസ്പിറേഷനിലൂടെ തന്നെയാണ്. വാട്ട് യു തിങ്ക് യു ബിക്കം എന്നാണ്. നിങ്ങൾ ആ രീതിയിലുള്ള സിസ്റ്റവും ആ രീതിയിലുള്ള സൈസും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കോപ്പ് കൂട്ടേണ്ടതുണ്ട് എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്.
യെസ് വെരി ട്രൂ. നമ്മളെപ്പോഴും വിഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ ശരിക്കും വലിയ ബിഗ് പിക്ചർ ചിന്തിച്ചുകൊണ്ട് ഇന്ന് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ ആൻസർ ചെയ്യണം. ഓക്കെ, യെസ്, നമുക്കൊരു 3 കൈ പൊന്തി നിൽക്കുന്നുണ്ട്. ജോ മാത്യു വൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല തോന്നുന്നു. ഹലോ, ട്രാവലേഴ്സ് പറയാമോ? യെസ് പറഞ്ഞു വിശ്വാസ് പറയും. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പൊ നമുക്ക് ടീമുണ്ട്, അത്യാവശ്യം ഒരു 40ഓളം ഓഫീസ് സ്റ്റാഫും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു കേപ്പബിൾ ആയിട്ടുള്ള ആളുകളും ഉള്ള ഒരു ടീം തന്നെയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചിന്തിക്കുന്ന ലെവലിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കോഫൗണ്ടർ അല്ലെങ്കിൽ ഫൗണ്ടർ അല്ലെങ്കിൽ സിഇഒ COO CMO ഒക്കെ എടുക്കുന്ന ലെവലിലോട്ടുള്ള ഒരു എന്താ ഇനീഷ്യലി ഇവരുണ്ടാവും. 1 മാസം 2 മാസം 3 മാസമൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അവരെ കൂടെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവും. പിന്നെ ഇവര് ഒരു മേ ബി ഒരു 8 months 10 monthsനൊക്കെ ശേഷം ഇവർ വീണ്ടും സ്ലോ ഡൗൺ ചെയ്യുന്നു. നമ്മൾ തന്നെ എല്ലാത്തിനും 2 ആഴ്ച, നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരാഴ്ചയിൽ നമ്മൾ റിവ്യൂ ഇല്ലെങ്കിൽ ഇപ്പോൾ മാസത്തിലോ 2 ആഴ്ച കൂടുമ്പോൾ റിവ്യൂ ചെയ്താലും ആ റിവ്യൂ നടക്കുന്ന മൊമെന്റിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാതെ പോകുന്നു. പ്രീവിയസ് ആയിട്ട് ഇവർ ചെയ്തിരുന്ന വർക്കിനായിട്ട് ഒരു 10 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പുറകോട്ട് പോയതായിട്ട് തോന്നുന്നു. അത് മേ ബി നമ്മൾ കുറച്ചും കൂടി ഉയർന്നു പോയതാണോ അതോ ഇവര് നിന്നോട് തന്നെ നിൽക്കുകയാണോ എന്നുള്ള ഇപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവർക്ക് പ്രോപ്പറായി ട്രെയിനിങ് കൊടുക്കണോ അതോ ഇവരെ ഇതുപോലെ എന്തെങ്കിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യിക്കണോ അതോ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും ടീമിനെ വിളിച്ച് ഇവരെ മോട്ടിവേറ്റ് ചെയ്യിക്കണോ? ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറച്ചൊരു കൺഫ്യൂഷൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈവൻ സീനിയർ ആയിട്ടുള്ള അത്യാവശ്യം ഇത് ഭേദപ്പെട്ട ഇൻഡസ്ട്രി, ഇപ്പൊ നമ്മൾ ആസ് എ സ്റ്റാർട്ടപ്പ് ഒരുപാട് സാലറി ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നാലും ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന സാലറി, അതായത് അവര് ഓഫർ ചെയ്ത സാലറി നെഗോഷിയേറ്റ് നമ്മൾ പൊസിഷൻ ചെയ്തിട്ടാണല്ലോ നമ്മൾ അവർ ഇന്റർവ്യൂവിൽ ഹയർ ചെയ്യുക. ശേഷം വരും സംഭവിക്കുന്ന കാര്യം കേട്ടോ ഞാൻ ഈ പറഞ്ഞു. മനസ്സിലായി. ഇതില് ഒരു കാര്യം ഇപ്പൊ ഉറപ്പായിട്ടും താങ്കളുടെ സ്പെസിഫിക് സിറ്റുവേഷനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലായിരിക്കും നമുക്ക് അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് പറയാം. പക്ഷെ ജനറലി ഒരു വ്യൂ പറയുകയാണെങ്കിൽ നമ്മള് തുടക്കം തൊട്ടേ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് കാലം കഴിയുമ്പോൾ പെർഫോമൻസിൽ കുറവുണ്ടാവുന്നു, നമ്മൾ വിചാരിച്ച പോലത്തെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രോബ്ലം ആയിട്ട് കാണുന്നതെങ്കിൽ തുടക്കത്തിൽ ശരിക്കും നമ്മൾ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ട്രെയിനിങ്ങിലേക്കും അവർക്കൊരു ക്ലാരിറ്റി എന്താണ് നിങ്ങളുടെ റോള്, ഈ റോളിൽ എങ്ങനെയാണ് സക്സസ് ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് ഇങ്ങനെയാണ് അളക്കുക, ഈ രീതിയിലുള്ള നമ്പേഴ്സ് മെഷർ ചെയ്യും എന്നൊക്കെ രീതിയിലുള്ള ഡെഫിനിഷൻസ് തുടക്കത്തിലേ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് തടയാൻ പറ്റാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു തരത്തിലൊരു കംഫർട്ട് സോൺ അവിടെ ക്രിയേറ്റ് ആയി വരുന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ ആണ് നടക്കേണ്ടത്. അതായത് ഈ പറഞ്ഞ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരിക്കലും പെർഫോമൻസ് വരുന്നില്ല അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഉണ്ട് എന്ന് മാത്രം പറയുമ്പോൾ അത് വളരെ വേഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറിപ്പോവാണ്. അതായത് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത് ഈ 5 ഏരിയയിലാണ്, ഈ 5 ഏരിയയിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ആസ് എ ഫൗണ്ടർ ആസ് എ മാനേജ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വാലിഡ് ആവുക, എന്നാൽ മാത്രമാണ് നമ്മൾ ഈ ജേർണിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് അവർക്കും മനസ്സിലാവുകയും അവിടെ ആ ഒരു ക്ലാരിറ്റി കൊടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുത്തിട്ട് ഇംപ്രൂവ് ചെയ്യിക്കാൻ നോക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ അവിടെയാണ് ഈ പറഞ്ഞ പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആസ് മാക്സിമം കാര്യങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആക്കിയിട്ട് മെഷർ ചെയ്യേണ്ടതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. അത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് നമ്പേഴ്സ് ഡോണ്ട് ലൈ എന്ന് പറയുന്ന പോലെ നമുക്ക് ആ നമ്പേഴ്സിൽ വെച്ച് നമുക്ക് പറയാൻ പറ്റും. അവിടെ ചിലപ്പോൾ സ്റ്റാഗ്നന്റ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു കാര്യത്തിൽ ഒരു 100% നമ്മൾ വേണമെന്ന് പറയുന്നതാണ് അയാളുടെ KPI എങ്കിൽ ചിലപ്പോൾ എപ്പോഴും ഒരു 70%-ലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ അത് അയാളുടേതായിട്ട് റീസൺ കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ടാണോ അല്ലെങ്കിൽ അയാൾക്ക് കൂടുതൽ ട്രെയിനിങ് ആണോ വേണ്ടതെന്നൊക്കെ പേഴ്സൺ സ്പെസിഫിക്കും കൂടിയാണ്. നമ്മൾ ചിലപ്പം റാൻഡം ആയിട്ട് ഒരു ട്രെയിനിങ് കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പം മോട്ടിവേഷൻ എന്ന് പറയുന്നത് തന്നെ ഇൻസ്റ്റന്റേനിയസ് ആണ്. അതൊരു ആ ഒരു മോട്ടിവേഷൻ കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴോ അത് ഉണ്ടാവണമെന്നില്ല. അവിടുത്തെ ക്ലാരിറ്റി തന്നെയാണ് ഏറ്റവും വേണ്ടത്. അവിടുത്തെ ഇന്റേണലി അയാൾക്കുള്ള ക്ലാരിറ്റി, അയാൾ എന്ത് ചെയ്യണം എന്നുള്ള മാനേജ്മെന്റിനുള്ള ക്ലാരിറ്റി, അതിനെ ഹോൾഡ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ ക്ലാരിറ്റി തന്നെയാണ് അവിടെ വേണ്ടത്. ആ സിസ്റ്റം അതിനെ ഡ്രൈവ് ചെയ്യണം. അതായത് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം ഇയാളുടെ KPI ഇത്ര കുറവാണെന്ന് സിസ്റ്റം നമ്മളോട് പറയുന്ന രീതിയിൽ സിസ്റ്റങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് എ ഹാർഡ് തിങ് ടു ഡു. ഉറപ്പായിട്ട് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ അതിന്റെ ആ ഒരു ഓറിയന്റേഷനിൽ വർക്ക് ചെയ്യുകയും ഓരോരുത്തരുടെ വർക്കിനെയും സംഭവം ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് തന്നെ മെഷർ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അത് അവരെ വിഷമിപ്പിക്കാന്നല്ലാതെ അല്ലെങ്കിൽ മേ ബി അവിടുന്ന് ചിലപ്പോൾ അവർ ഇറങ്ങിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ അവരെ ഒരു റിപ്ലേസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. പക്ഷെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള മെഷർമെന്റ് വേണം, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിലാണ് നിങ്ങൾ ഇമ്പ്രൂവ് ആവേണ്ടത് എന്നുള്ള ഫീഡ്ബാക്കും വേണം എന്നുള്ളതാണ് ജനറലി ഒരു ഐഡിയൽ സിനാരിയോയിലാണ് കേട്ടോ. ഇതിന് കുറെ ഫാക്ടേഴ്സും കുറെ പ്രശ്നങ്ങളും ഒക്കെ ചിലപ്പം നിങ്ങളുടെ ഫേം സ്പെസിഫിക് ആയിട്ട് ഉണ്ടാവാം. അതൊക്കെ ചിലപ്പോൾ ഓരോ കുരുക്കേടും അഴിച്ചിട്ടായിരിക്കണം ഈ ഒരു ക്ലാരിറ്റി ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. പക്ഷെ ജനറലി പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ച് മാത്രമാണ് ഈ ഒരു സിനാരിയോയിൽ വർക്ക് ആവുന്നുണ്ടാവുക. എനിക്കൊരു പോയിന്റ് ആഡ് ചെയ്യേണ്ട ഇർഷാദ് അതില്. ഇപ്പൊ ഞാനും കണ്ടിട്ടുള്ള ഒരു പാറ്റേണില് മൊത്തത്തിലൊരു ഫേമിൽ എല്ലാവരും ലൂസായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ഫൗണ്ടർ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഫൗണ്ടർ ടു മച്ച് ഇൻവോൾവ് ആവുന്ന സമയത്ത് എല്ലാവരും കീപ്പ് ഓൺ ട്രാക്ക് ആയിരിക്കും. പക്ഷെ നമ്മളൊന്ന് ഡിറ്റാച്ച് ആവുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒന്ന് ലൂസായി പോകുന്ന സിറ്റുവേഷനും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ
ഇന്റർവെൻഷന്റെ സ്ട്രക്ചർ ഡിഫൈൻഡ് അല്ലെങ്കിൽ അത് ഭയങ്കര ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും നേരിടും. ഇന്റർവെൻഷന്റെ റിതം പ്രോപ്പർ ആവണം. നിങ്ങൾ ഒരാളായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലീഡേഴ്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റിതത്തിന് ഒരു ഭംഗി ഉണ്ടാവണം. അത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ നിങ്ങൾ അത് ഇരുന്നുകൊണ്ടേ ഇരിക്കണം. അവർക്കിടക്ക് നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് എന്നുള്ള വൺ തിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഇൻപുട്ടില് ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്ത്, ഇൻപുട്ട് ശരിക്കും എല്ലാ ടീംമേറ്റ്സിന്റെയും കൺട്രോളിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇൻപുട്സിൽ കൃത്യമായിട്ട് നിങ്ങളുടെ എക്സ്പെക്ടേഷങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിന്റെ ഋതവും അതിന്റെ ഇന്റർവെൻഷനും പ്രോപ്പർ ആക്കണം എന്നുള്ളതാണ് എനിക്ക് ആ പോയിന്റിൽ ഒന്ന് സ്പെസിഫിക് ആയിട്ട് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇതിൽ ഒരൊറ്റ ചോദ്യം കൂടെ കേട്ടോ, ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഇതിലിപ്പോ എന്താ വെച്ചാൽ നമ്മുടെ ഓഫീസിൽ അത്ര വലിയ സീനിയർ ഏജുള്ള ആരുമില്ല. അതായത് ഒരു ആവറേജ് എന്താ പറയാ എംപ്ലോയി ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 21 to 26 അല്ലെങ്കിൽ ആ റേഞ്ചാണ്. 23 എന്ന് പറയാം ആവറേജ്. ഈ ഏജ് ഗ്രൂപ്പിൽ ഒരുപാട് ജെൻസീസ് ആണ്. ഞങ്ങളൊക്കെ പഠിച്ചു വരുന്ന കുറച്ചും കൂടി, ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ബോസുമാരെടുത്ത് നിന്ന് ചീത്ത കേട്ട് വളർന്ന എക്കോസിസ്റ്റം ആണ്. ആ സിസ്റ്റത്തിന്റെ മോൾഡ് ആയത് കാരണം ഞങ്ങൾ എന്റെ ഫൗണ്ടർ ആയാലും കോ ഫൗണ്ടേഴ്സ് ആയാലും എല്ലാവരും അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ മോൾഡ് ചെയ്യപ്പെട്ട ആളാണ്. അപ്പൊ ഇന്നത്തെ ജെൻസി തലമുറന്റെ ട്രീറ്റ്മെന്റിനോട് അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ടു നടന്ന്, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആസ് എ ഫ്രണ്ട് സർക്കിളിൽ വരെ ഇടപെടുന്ന ഫൗണ്ടറാന്ന് പറഞ്ഞു നേരത്തെ നസീബ്, ചായ കുടിക്കാൻ വരെ കൊണ്ടുപോകുന്നു പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ശരിക്ക് എന്താ പറയുക, അത് സ്വാഭാവികമായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടതാണോ? ആസ് എ പേഴ്സണലി ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയ ഒരാളാണ്, ഇർഷാദ് എന്ന് പറഞ്ഞ ആള്. പക്ഷെ ഈ വർക്കിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെ ലീഡർഷിപ്പ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം ഈ ജെൻസി ആയത് കാരണം മാറ്റേണ്ടതുണ്ടോ, അതോ നമ്മൾ നമ്മുടേതായ സ്റ്റൈലിൽ തന്നെ ഇവരെ ലീഡ് ചെയ്താൽ മതിയോ? എങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം? ഈ കോർപ്പറേറ്റ്സ് ഒക്കെ എങ്ങനെയാണ് അതിന്റെ രീതി? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാനിപ്പോ റീസെന്റ് ഒരു കാര്യം വായിച്ച സമയത്ത് അതിൽ പറയുന്നത് എങ്ങനെയാണ്, ജെൻസി ഈസ് ലുക്കിംഗ് ഫോർ ഫൺ, ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്നാ. അപ്പൊ അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമ്മളുടെ വർക്കുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ശരിക്കും ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. കാര്യം ദേ ആർ ബിഹൈൻഡ് ദിസ്. അവർക്ക് ഫണ്ട് വേണം, ഫ്രീഡം വേണം, ഫ്ലെക്സിബിലിറ്റി വേണം എന്നുള്ളതാണ്. അപ്പൊ പക്ഷെ നന്നായി ഹൈ പെർഫോം ചെയ്യുന്ന ഒരു കാറ്റഗറി കൂടിയാണ് ഇവര്. ദേ ആർ ഹിയർ ഫോർ എന്താ പറയുക സം കോഴ്സ്. അവർക്കൊക്കെ ജീവിതത്തിൽ റെലവൻസ് ഫീൽ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. റെലവെന്റ് ആയിട്ട് അവർക്ക് ഒരു സ്പേസിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുകയും ചെയ്യും. അതായത് അവർക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു മൊത്തത്തിൽ വേൾഡ് വ്യൂ ഉണ്ടാവണം എന്നില്ല. അവർ വിചാരിക്കുന്നത് ഇവിടുന്ന് ഒരു 4 മാസം കഴിഞ്ഞ് ഇറങ്ങുന്നു, അടുത്ത ഫേമിൽ പോകുന്നു, അവിടുന്ന് 4 മാസം വർക്ക് ചെയ്യുന്നു, അവിടുന്ന് ഇറങ്ങുന്നു. അതൊന്നും ഒരു പ്രോബ്ലം ആയിട്ട് അവർ കാണാത്ത ഒരു റിയലൈസേഷൻ കുറഞ്ഞ ആളുകളായിട്ടാണ് ആദ്യമൊക്കെ ഞാൻ കണ്ടിരുന്നത്. പക്ഷെ പിന്നീട് റൈറ്റ് ആയിട്ടുള്ള അവയർനെസ് കൊടുക്കുമ്പോൾ നമുക്ക് ബെറ്റർ ഔട്ട്കംസ് വരുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ഒബ്സർവേഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫിൽട്ടർ ചെയ്തിട്ടാണ് നമുക്ക് പൊതുവെ ഹയറിങ്ങിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഹയറിംഗ് ബൈ എലിമിനേഷൻ എന്നൊക്കെ പറയും. ജെൻസികളായാലും മില്ലേനിയം ആയാലും ഏത് കാറ്റഗറി ആയാലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള വർക്ക് output ഡെലിവർ ചെയ്യുന്ന ആളുകളെ ഫിൽട്ടർ ചെയ്യാനുള്ള സിസ്റ്റം ഹയറിംഗിൽ തന്നെ വേണം. പക്ഷെ വാട്ട് ദ ജനറേഷൻ ദേ ആർ ഇൻ ടു എന്നുള്ളത് പലപ്പോഴും നമ്മളിപ്പോ ഒരു 10ഓളം ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പല ജെൻസികൾ നമ്മളെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ദേ ആർ ഡെലിവറിങ് ഫെയർ റിസൾട്ട്സ് അല്ലെങ്കിൽ ഫെയർ ഔട്ട്പുട്ട്സ് എന്നുള്ളതാണ് എന്റെ ഒബ്സർവേഷൻ. അർജുൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്കൊരു വേറൊരു വെബിനാർ തന്നെ വെക്കേണ്ട പോലത്തെ ഒരു ടോപ്പിക്കാണ്. ശരിക്കും എല്ലാവരും വളരെ ഉറ്റുനോക്കുന്ന ഒരു കാറ്റഗറിയും കൂടിയാണ്. ഇപ്പം നമ്മുടെ ജെൻസി വർക്ക് ഫോഴ്സ് എങ്ങനെയായിരിക്കും വർക്കിനെ നോക്കിക്കാണും, അവരെങ്ങനെയാണ്. എന്താ അർജുൻ, എന്താ പ്രശ്നം വെച്ചാല് നിങ്ങളെ പോലത്തെ എന്താ പറയാ ഈ സ്റ്റാർട്ടപ്പ് കൾച്ചറിൽ അല്ലെങ്കിൽ ഈ ബിസിനസ് പാർക്കിലൊക്കെ ഉള്ള ഒരുപാട് ഈ മീഡിയ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ കുറച്ച് ഏജൻസി ഫേമുകളൊക്കെ ഉണ്ടാവല്ലോ, അവരുടെ ഒക്കെ കൾച്ചറാണ് അവർ ഞങ്ങളെ പോലത്തെ പ്രൊജക്ട് ഓറിയന്റഡ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഓറിയന്റഡ് ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് നടക്കൂലല്ലോ. മനസ്സിലായി. അത് ഉറപ്പായിട്ടും അത് ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കോൺടാക്സിനനുസരിച്ചുള്ള പല മാറ്റങ്ങൾ ഉണ്ടാവും. അതിൽ നമുക്ക് പറ്റുന്ന പോലെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് നോക്കി തന്നെയാണ് ശരിക്കും ചെയ്യാൻ പറ്റുക. അതിപ്പം ഉറപ്പായിട്ടും അതിനുവേണ്ടി നമുക്ക് എൻ്റയർ ബിസിനസിനെ പൊളിച്ചെഴുതാനോ അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചിന് വേണ്ടി മാറ്റാനോ പറ്റണമെന്നില്ല. പക്ഷേ ഹയർ ചെയ്യുന്ന സമയത്ത് തന്നെ ദിസ് ഈസ് വാട്ട് യു ആർ ഗോയിങ് ടു ബി ലുക്കിംഗ് അറ്റ്. നിങ്ങളുടെ വർക്ക് ഈ ഒരു സെൻസിലാണ്, നമ്മൾ ഈ രീതിയിലുള്ള എൻഗേജ്മെന്റ് ആക്ടിവിറ്റിയാണ് കാര്യങ്ങളാണെന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യാന്നുള്ളത് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ജനറലി എൻ്റെ ഒരു തോട്ട് പറയുന്നത്, ഇപ്പൊ നസീബ് പറഞ്ഞായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് വേണ്ടത് കൂടുതൽ ഓട്ടോണമിയാണ്, കൂടുതൽ കാര്യങ്ങളാണ്. ഇപ്പൊ ആസ് എ ജനറേഷൻ ഇപ്പം നമ്മൾ പൊതുവെ നമ്മുടെ മുന്നത്തെ ജനറേഷനെയും അല്ലെങ്കിൽ അതിന് മുന്നത്തെ ജനറേഷനെ ഒക്കെ ഒന്ന് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിന്റെ ഒക്കെ ജനറേഷൻ എന്ന് പറയുന്ന ജനറേഷന് കുറെ കാര്യങ്ങൾ ഒരു സർവൈവൽ തന്നെ അവരുടെ ഒരു പാർട്ടായിരുന്നു. അവർക്ക് ഒരു ജോലി ഉണ്ടാവുക, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവുക, അവർക്ക് ഒരു ബേസിക് നീഡ്സ്, നമ്മളൊരു ഹയറാർക്കി ഓഫ് നീഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ബേസിക് നീഡ്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും സോർട്ട് ചെയ്യുക, ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ടാവുക എന്നൊക്കെയായിരുന്നു അവരുടെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ്. ഇനിയിപ്പോ നമ്മുടെ ഒരു ജനറേഷനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി അതായത് നമ്മുടെ ഒരു ബേസിക് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കേരളം പോലെ ഒരു വലിയ ശതമാനവും മിഡിൽ ക്ലാസ്
ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് നമുക്കൊരു ഫൗണ്ടേഷൻ നിന്നാണ് നമ്മൾ പിന്നെ പലതും ബിൽഡ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ നമുക്കാണെങ്കിലും ജോലി വേണം, പക്ഷേ ഓണ്ടർപ്രണർഷിപ്പ് ആണെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുകയാണെങ്കിൽ നന്നായി, അല്ലെങ്കിൽ കുറച്ചൊരു വർക്ക് ലൈഫ് ബാലൻസോ കുറച്ചുകൂടി ഒരു മെന്റൽ ഹെൽത്ത് ഒക്കെ നന്നായാൽ കുറച്ചുകൂടി ലൈഫിൽ അപ്ഗ്രേഡ്സ് വേണം എന്നൊക്കെയുള്ള ഒരു അപ്രോച്ചാണ് പൊതുവേ നമ്മുടെ ജനറേഷൻ കണ്ടിട്ടുള്ളത്. ഈ ജെൻസിലേക്ക് വരുമ്പോൾ ശരിക്കും അവർക്ക് കുറച്ചുകൂടി ടു ലിവ് ദർ ഇസ് ലോട്ട് ഓഫ് വേസ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള, അതായത് കുറെ വഴികളുണ്ട് ജീവിക്കാൻ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു തലമുറയാണ് ജെൻസി എന്ന് പറയുന്നത്. കാരണം ഇന്ന് അത്ര ഇൻഫർമേഷൻ ഉള്ള മുന്നിൽ കാണുന്ന എക്സാമ്പിൾസ് ഒക്കെ പല ആൾക്കാരും ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഡ്രോപ്പ് ഷിപ്പ് ചെയ്യുന്നവരാണെങ്കിലും ഇ കൊമേഴ്സ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പല ഓണ്ടർപ്രണേഴ്സ് ആണെങ്കിലും ഒക്കെ ഒരു ജോലി തന്നെ വേണം ജീവിക്കാൻ എന്ന് നിർബന്ധമില്ല എന്ന ബോധ്യത്തിലാണ് ജെൻസി ആൾക്കാരൊക്കെ ശരിക്കും ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പം അവരെ അടുപ്പിക്കാൻ ഒരു കോസ് ഉണ്ടോ? ഇഫ് യു ഹാവ് എ കോസ്, എ പർപ്പസ്, നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലുള്ള 5 കൊല്ലം കഴിയുമ്പോൾ 10 കൊല്ലം കഴിയുമ്പോൾ ഈ ഒരു ഗോളിലേക്ക് വർക്ക് ചെയ്യുന്ന, ആ ഗോളിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ വളരെ സോളിഡ് ആയിട്ടുള്ള റിവാർഡ് കിട്ടുന്ന തരത്തിലാണ് നിങ്ങളെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം. ഇപ്പൊ ഇന്നലെ നസീബായിട്ട് സംസാരിക്കുമ്പോഴാണ് നസീബ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ 3 കൊല്ലം കൊണ്ട് എനിക്ക് ജോലി ചെയ്താൽ എനിക്ക് ഇത്രയാണ് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുക, അതിൽ സേവ് ചെയ്ത് എനിക്ക് മാക്സിമം ഇത്ര ആയിരിക്കും ഏൺ ചെയ്യാൻ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള ഒരു ലോജിക്ക് ജെൻസി ചിന്തിക്കുകയാണെങ്കിൽ ആ 3 കൊല്ലം എനിക്ക് ജോലി ചെയ്യേണ്ട, എനിക്ക് തൽക്കാലത്തേക്കുള്ള ബേസിക് നീഡ്സ്, എനിക്ക് വേണ്ട ഷെൽട്ടർ വീട്ടിലുണ്ട്, എനിക്ക് വേണ്ട ഭക്ഷണവും എനിക്ക് വേണ്ട ബേസിക് കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്, ആ 3 കൊല്ലം ഞാനൊരു ബിസിനസ്സിൽ ട്രൈ ചെയ്യാം എന്ന ആ ജെൻസി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു വീക്ഷണം തോന്നുന്നു. അപ്പൊ ഒരു കോസിലേക്ക്, ഒരു പർപ്പസിലേക്ക്, ഒരു ബ്രാൻഡ് സ്റ്റോറിയിലേക്ക്, ഒരു ഓർഗനൈസേഷന്റെ ഒരു ഗ്രോത്ത് ജേർണിയിലേക്ക് അവരെ കണക്ട് ചെയ്യാൻ, അവരെ എൻഗേജ് ചെയ്യിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു ജനറേഷനെ നമുക്ക് ചേർത്ത് പിടിക്കാൻ ഭയങ്കരമായിട്ടുള്ള ഒരു പാടുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിൽ കണ്ടിട്ടുള്ള റീഡിങ്. പക്ഷേ അതിലൊരു ജഡ്ജ്മെന്റിനുള്ള സമയം ആയിട്ടില്ല എന്നുള്ളതും കൂടി അവിടെ പറയുന്നത്. വി ആർ ടു സൂൺ എന്താ പറയാ ടു മേക്ക് ആൻ ഒബ്സർവേഷൻ ദർ. അവിടെ കുറച്ചുകൂടി നമ്മൾ കുറച്ചുകൂടി എക്സ്പെരിമെന്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ പേഴ്സണലി ഉള്ള തോട്ട്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പല റെസ്റ്റോറൻറ്റ്സും അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഹെവി ആയിട്ടുള്ള ബിസിനസ്സിൽ ഒരു 90% നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്, ഔട്ട് ഓഫ് കേരള എംപ്ലോയീസ് ആണ്. അവര് ഫൗണ്ടേഴ്സ് പറയുന്ന ഒരു പൊതുവെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിനെ പണിക്കെടുത്ത അവർക്ക് കല്യാണമാണ്, അവർക്ക് കുടിരിക്കലാണ്, അവർക്ക് നിശ്ചയമാണ്, അവരിങ്ങനെ ലീവ് ആയിരിക്കും. ഹിന്ദിക്കാര് എല്ലാം കിട്ടും നാട് വിട്ടിങ്ങോട്ട് വരുമ്പോ ദേ ആർ റെഡി ടു എക്സ്ട്രാ വർക്ക്. അവര് ആഫ്റ്റർ ഓഫീസ് ഹവേഴ്സിലും അഡീഷണൽ പേ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുള്ള. അപ്പൊ പല ഇൻഡസ്ട്രിയിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പല തരത്തിലാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ജനറേഷൻ ആണ്, ചിലപ്പോൾ ഓരോ ജോഗ്രഫിയിൽ നിന്ന് എംപ്ലോയി എടുക്കുന്നതിന്റെ പ്രശ്നങ്ങളും ചില ഫൗണ്ടേഴ്സ് ഡിസ്കസ് ചെയ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷനും ഈ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹായ്, ഹലോ. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഒരു ബിസിനസ് ഫ്രിക്ഷൻലെസ് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ എന്തായാലും അതിലൊരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണം. പക്ഷേ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലേ. അപ്പം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു എംപ്ലോയി വന്നു കഴിഞ്ഞാൽ ആ എംപ്ലോയിയുടെ ക്രിയേറ്റിവിറ്റിയുടെ ഈ സിസ്റ്റം ബാധിക്കും. അതായത് ആ എംപ്ലോയിക്ക് കൂടുതൽ ആ ബിസിനസ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്യാപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ സിസ്റ്റത്തിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോഴത്തേന് ആ ഒരു ക്രിയേറ്റിവിറ്റിനെ അവിടെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുക ഒരു ഇഷ്യൂ? ആക്ച്വലി ഇതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഒരു ബിസിനസ്, ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ, ഇപ്പം ഓർഗനൈസേഷൻ ശരിക്കും ഒരു ഓർഗാനിസം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നത്തിങ് ഈസ് കോൺക്രീറ്റ്. നമ്മൾ വെക്കുന്നതൊക്കെ ഉറപ്പായിട്ടും കോൺക്രീറ്റ് ആയിട്ടാണ് നമ്മൾ സിസ്റ്റം വെക്കുന്നത്, ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ സിസ്റ്റത്തിന് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. സിസ്റ്റം വളരണം. സിസ്റ്റത്തിൽ നമ്മൾ പുതിയ ചലഞ്ചുകൾ എടുക്കുമ്പോൾ, പുതിയ ടൈപ്പ് ഓഫ് പ്രൊജക്ടുകൾ എടുക്കുമ്പോൾ, പുതിയ തരത്തിലുള്ള ആൾക്കാർ അതിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ, പുതിയ വേൾഡ് വ്യൂവിൽ നമ്മൾ അതിനെ നോക്കി കാണുമ്പോൾ അവിടെ സിസ്റ്റം ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കണം. അവിടെയാണ് ഇന്നോവേഷന്റെ സാധ്യത വരുന്നത്. അപ്പം സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി കൊണ്ടുവരട്ടോ എന്നൊരു സജഷൻ ഒരു എംപ്ലോയി വെക്കുമ്പോൾ അതിനെ പാടെ തള്ളിക്കളയുന്ന ഒരു മാനേജ്മെന്റ് സ്റ്റൈലും ഇനി അങ്ങോട്ട് വർക്ക് ചെയ്യണേ പാടാണ്. സിസ്റ്റത്തിലുള്ള ഗ്യാപ്പുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സിസ്റ്റത്തിന് ഇനി ഇതിലും കൂടുതലായിട്ട്, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ വർക്ക് ഫ്ലോയില് നമുക്ക് ഇനിയും ഇതിൽ എളുപ്പത്തിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ട് എന്നൊരു എംപ്ലോയി കൊണ്ടുവരുമ്പോൾ അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ പറ്റുമ്പോൾ മാത്രമേ അതിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ ക്രിയേറ്റിവിറ്റി നമ്മൾ ഒരിക്കലും നമ്മളതിനെ ഒരു തടസ്സം വെക്കുകയല്ല. പക്ഷെ ദർ ഈസ് എ സ്റ്റാൻഡേർഡ്, ഒരു നിലപാടാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുക, ഏത് രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യില്ല, ഈ ഒരു സ്റ്റാൻഡേർഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളൊരു നിലപാടാണ് ശരിക്കും സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു ഫസ്റ്റ് വെർഷൻ ആയിട്ട് കണ്ടുകൊണ്ട് അതിന് കണ്ടിന്യൂസ് വെർഷൻസ്, അതിനൊരു കണ്ടിന്യൂസ് ഐറ്ററേഷൻ അല്ലെങ്കിൽ ഒരു എവല്യൂഷൻ നമ്മൾ പോസിബിൾ ആക്കണം എന്നുള്ളതാണ് ഒരു തോട്ട്. അപ്പൊ അത് നമ്മൾ ഓപ്പൺ ആയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം.
നമ്മളൊരു റൂൾ വെച്ചിട്ട് ഇതെല്ലാവരും ഫോളോ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ യു ആർ റെഡി ടു സജസ്റ്റ്. നേരത്തെ പറഞ്ഞ RRI അല്ലെങ്കിൽ റിപ്പോർട്ട് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറയുന്ന മീറ്റിംഗ്സ് ശരിക്കും അതിനുള്ള ഒരു വേദിയാണ്. സിസ്റ്റത്തിലുള്ള ഇന്നോവേഷൻ പോലും സജസ്റ്റ് ചെയ്യാം, നമ്മളെ പ്രൊഡക്റ്റിലുള്ള ഇന്നോവേഷൻ, നമ്മളെ പല കാര്യങ്ങളിലും ഇന്നോവേഷൻ സജസ്റ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ അവരെ മാറ്റേണ്ടതുണ്ട്. ബിക്കോസ് ഇൻഫർമേഷൻ ഈസ് എവരിവെയർ. ആർക്കും നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച്, മാർക്കറ്റിനെ കുറിച്ച്, കസ്റ്റമേഴ്സിനെ കുറിച്ച് ഒക്കെ റിസർച്ച് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് മൊത്തം ഇംപ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് തരാൻ പറ്റും. ഇന്നത്തെ പോലെ ഫൗണ്ടർ മാത്രമല്ല ആ ഒരു അക്യുമെന്റ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഒരു ഇന്നോവേഷനുള്ള സ്പേസ് വെക്കുകയും ഇന്നോവേഷൻ നമ്മുടെ ഒരു ലാംഗ്വേജിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ ഇന്നോവേഷൻ ഈസ് ദ കറേജ് ടു ഫെയിൽ എന്നും കൂടിയാണ്. ഇന്നോവേഷൻ ഫെയിൽ ആവുകയും കൂടി ചെയ്യാം. ചില ഇന്നോവേഷൻ എല്ലാ ഇന്നോവേഷനും വിജയിക്കണം എന്നില്ല. അപ്പം ആ ഫെയിൽ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ കൊടുക്കേണ്ടത്. ചില സമയങ്ങളിൽ ഒരാളൊരു ഇന്നോവേഷൻ പറയുമ്പോൾ നീ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് ആയിട്ട്, ഒരു ടെസ്റ്റ് പ്രൊജക്റ്റ് ആയിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്ക്, നമുക്കൊരു 2 weeks ഒന്ന് റൺ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് ഫുള്ളി കമ്പനിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ലാംഗ്വേജ് കൊണ്ടുവരികയായിരിക്കാം മേ ബി ആ ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾ നർച്ചർ ചെയ്യുന്നത്. ഒരിക്കലും അപ്പൊ ക്രിയേറ്റിവിറ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാക്കരുത് തന്നെയാണ് നമ്മളും അഡ്വക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. എസിബ് അത് അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും. താങ്ക് യു. നമുക്ക് വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒരിക്കൽ കൂടി പറയുന്നു, ഇവന്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പല ഇവന്റ്സും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇൻഡസ്ട്രി എക്സ്പെർട്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ നമ്മൾ സെഷനിലൂടെ അവൈലബിൾ ആക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അർജുൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് അടുത്ത ഇവന്റ് എന്തായാലും ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ളത്. അപ്പൊ എന്തായാലും ഇവന്റ്സിന്റെ അപ്ഡേറ്റ് പൈസ ഉണ്ടാവും, അതുപോലെ ഫ്രീ ആയിരിക്കോ? തീർച്ചയായും. നമുക്ക് ഇനീഷ്യലി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഫ്രീ ബീസ് ആയിട്ടാണ് നമ്മൾ ഇവന്റ്സ് പ്ലാൻ ചെയ്യുന്നത്. ഒരു ചായ സമൂസയും വെക്കാൻ പ്ലാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഒരു പ്രശ്നമല്ല. അപ്പോ ഏതെങ്കിലും തരത്തിൽ ഇനി ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇന്ററാക്ഷനിലേക്ക് പോവാം. ഇല്ലെങ്കിൽ എല്ലാവർക്കും ഒരു 1.5 മണിക്കൂർ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു നൈറ്റിലേക്ക് കിടക്കാം എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി ഉണ്ടോ ലാസ്റ്റ് വട്ട ഒരു ഡിസ്കഷനിലേക്ക്? എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ടായിരുന്നേ. യെസ് പ്ലീസ്. റീസെന്റ് ഞാൻ എൻ്റെ ഒരു ട്രാവലില് ഇടയിൽ ഒരു IT എംപ്ലോയിനെ മീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പൊ അവര് ഇൻഫോസ്പേസിൽ ഒരു 3 years ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവരുടെ വർക്ക് കൾച്ചർ, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഡാറ്റാസ് ഗ്യാദർ ചെയ്യണതിന്റെ കൂട്ടത്തില് ചോദിച്ചപ്പോഴത്തേനും അവരോ അവരുടെ കൂടെ ഉള്ള എംപ്ലോയീസോ ഒരിക്കലും അവരുടെ ജോബിൽ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ നേരത്തെ ഈ റിഷാദ് നേരത്തെ സംസാരിച്ച ബ്രോ പറയില്ലായിരുന്നോ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂസ്. അപ്പൊ അവരുടെ ഇടയിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഞാനാണെങ്കിൽ കുറെ നാളായിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഫ്യൂച്ചറിൽ ഞാനിപ്പോ എന്റെ ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എന്റെ അണ്ടറിൽ കുറച്ച് ആൾക്കാർ വരുമ്പോഴത്തേനും എനിക്ക് എങ്ങനെ ഇവരെ നമ്മുടെ കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഓരോ വ്യക്തികൾക്ക് ഇൻഡിവിജ്വൽ ഗോൾസ് ഉണ്ടാവും. അപ്പം അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് എല്ലാവർക്കും വരാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് എംപ്ലോയീസിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഇഷ്യൂ, അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇതിൽ എന്റെ ഒരു ടേക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മളൊരു സെറ്റ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ അവിടെ ഒരു കൾച്ചർ ഉണ്ട്. അതായത് നമ്മളിപ്പോ ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ വേ ഓഫ് തിങ്സ് ഹാപ്പനിങ്. ഇപ്പൊ സിസ്റ്റം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്നു, ഏത് തരത്തിലുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾച്ചർ ആസ്പെക്ട് ഉണ്ട്. ഇപ്പൊ പൊതുവെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ HR എലമെന്റിലൊക്കെയാണ് ഇത് പലപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടുക. പക്ഷേ ഫൗണ്ടേഴ്സിന് ഇതിന് കൃത്യമായ ധാരണ വേണം. ഒരു പ്രശസ്ത കോട്ട് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, കൾച്ചർ ഈറ്റ്സ് സ്ട്രാറ്റജി ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജി ഉണ്ടാക്കിയാലും നമ്മുടെ ടീമിന്റെ കൾച്ചറാണ് ആ സ്ട്രാറ്റജി വിജയിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കറക്റ്റായിട്ടും നിർണ്ണയിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ചിലപ്പോൾ നമ്മളിപ്പോ ഒരു 10 പേരെ ടീമാണ്, നമ്മൾ ആ ഒരു നല്ലൊരു സ്ട്രാറ്റജി ഉണ്ട് ടു വിൻ ദ മാർക്കറ്റ്, ടു ഗെറ്റ് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിലും അതിലൊരു 3 പേര് നമ്മളുടെ ഗോളുമായിട്ട് അലൈൻഡ് അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളോട് ഫുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ നമ്മുടെ എഫേർട്ടിനെ എതിരെ ഹാം ചെയ്യുന്ന തരത്തിലുള്ള എഫേർട്സ് എടുത്തേക്കാം. അപ്പം ആ ഒരു കൾച്ചർ നിലനിർത്തുക എന്നുള്ളതും ഫൗണ്ടേഴ്സിന്റെ ഒരു ഉത്തരവാദിത്തമാണ് ശരിക്കും. അപ്പൊ ഫൗണ്ടേഴ്സ് ഷുഡ് ബി പീപ്പിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് ശരിക്കും വൺ ഓഫ് ദ ഹാർഡസ്റ്റ് തിങ് എ ഫൗണ്ടർ ഷുഡ് ഡു. നല്ല റെസ്പെക്ടോടെ, നല്ല മര്യാദയോടെ, വളരെ ഇമോഷണലി ഇന്റലിജന്റ് ആയിക്കൊണ്ട് എങ്ങനെ ആൾക്കാരോട് ഇടപെടുന്നു. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു വളരെ സ്ട്രോങ് ആയ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പോലും അത് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള വേയിൽ, അത് ഒരാളെയും ഒരിക്കലും ഒരു വളരെയധികം ഒഫൻഡ് ചെയ്യാത്ത രീതിയിൽ സിവിലായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ
ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു കൾച്ചർ എന്ന് പറഞ്ഞൊരു എലമെന്റിൽ. അപ്പൊ അത് വളരെ കോൺഷ്യസ് ആയിരിക്കും വേണം. നമുക്കൊരു ഒരു ഒരു എന്തും തോന്നുന്ന പോലെ ടെമ്പർ ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്ന റോളല്ല ഫൗണ്ടർ എന്ന് പറയുന്നത്. വളരെ ഇന്റലിജന്റ് ആയിട്ട് ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ട് പ്രതികരിക്കേണ്ട റോളാണ്. അപ്പൊ അതും ഒരുപാട് പഠിക്കാനുള്ള, അതും ചെയ്ത് പഠിക്കേണ്ട ഒരു റോളും കൂടി ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരു കൾച്ചർ എന്നുള്ള എലമെന്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്റ്റൈൽ അതിനനുസരിച്ച് മാറ്റുമ്പോൾ മാത്രമാണ്, പ്രത്യേകിച്ചും നേരത്തെ പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് സ്റ്റൈലൊക്കെയാണ് ഇനി ജെൻസി ആണെങ്കിലും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് അവരുടെ മെന്റൽ വെൽബീയിങ്ങിനെ പോലും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു മാനേജ്മെന്റ് സ്റ്റൈലൊക്കെ എടുത്താൽ മാത്രമാണ് ഇനി മുന്നോട്ട് പോകുന്ന കാലത്ത് നമുക്ക് റൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. മുന്നത്തെ കാലത്ത് പല റോങ് ഡൂയിങ്സും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ പൊതുവെ ഞാൻ വർക്ക് ചെയ്ത പല ഫൗണ്ടേഴ്സും അല്ലെങ്കിൽ ഞാൻ മുന്നേ സംസാരിച്ചിട്ടുള്ള പല ഫൗണ്ടേഴ്സ് ഒക്കെ പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതായത് കുറച്ച് ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള, കുറച്ച് പ്രാരാബ്ദമൊക്കെ ഉള്ള ഒരാളെ ഹയർ ചെയ്യാം എന്ന് പൊതുവെ മുന്നത്തെ ഒരു തോട്ട് പ്രോസസ് ആണ്. ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ ഒരു കുറച്ച് പ്രാരാബ്ദമൊക്കെ ഉള്ള ആൾക്കാരെ ഹയർ ചെയ്യാം. അതാകുമ്പോൾ അവരുടെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ നമ്മുടെ ജോലി ആയതുകൊണ്ട് അവർ നമ്മളെ കൂടെ നിൽക്കും. അവർ ചിലപ്പം കൂടുതൽ സാലറി ചോദിച്ചോളണമെന്നില്ല. അപ്പൊ അത് എല്ലാം ഒരു സാലറി എന്ന് പറയുന്ന ഒരു എലമെന്റിലേക്ക് മാത്രം. ഉറപ്പായിട്ടും സാലറി ഈസ് എ കോസ്റ്റ്, അല്ലെങ്കിൽ സാലറി കൊടുക്കാൻ പറ്റണം. പക്ഷെ നമ്മൾ ലോങ് ടേമിലേക്ക് ചിന്തിക്കുമ്പോൾ, ലോങ് ടേമിലേക്ക് ഇവർ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ അവിടെ ഒരു കാര്യം ഉണ്ടാവുന്നുള്ളൂ. ഒരു കൊല്ലം നമ്മളെ കൂടെ നിന്ന ഒരാള് ഒരു സാലറിന്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ കൾച്ചറൽ ഇഷ്യൂ കൊണ്ടോ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ നിന്ന് ലീവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള നഷ്ടമാണ് ശരിക്കും ബിസിനസ്സിന് ഉണ്ടാകുന്നത്. വീണ്ടും ഒരാളെ ട്രെയിൻ ചെയ്യുകയും അയാൾക്കുള്ള അത്ര ഇൻഫർമേഷൻ ഒരാൾക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള നഷ്ടമാണ്. അപ്പം ടീമിനെ കൂടെ നിർത്താൻ, അതിപ്പോ 2 പേരാണ് 2 പേര്, 5 പേരാണ് 5 പേര്, 50 പേരാണ് 50 പേര്, അതിനെന്തും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ശരിക്കും അവിടുത്തെ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ബിസിനസ്സിന് റവന്യൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ടീമിനെ കൂടെ നിർത്താനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഫോളോസ്, ബാക്കിയുള്ളതൊക്കെ അതിന്റെ പിറകെ വന്നോളും എന്നുള്ളതാണ് ജനറലി നമുക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ എല്ലാ ഫൗണ്ടേഴ്സിനോടും നമ്മുടെ ക്ലയൻസിനോടും നമ്മൾ സംസാരിക്കുന്ന എല്ലാവരോടും പറയാറുള്ളത് ഇതാണ്. പക്ഷെ അത് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാവാം. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അവിടെ കുറച്ച് ടീക്കൊക്കെ വേണ്ടി വന്നേക്കാം. അതും അവിടെ പറയേണ്ടതുണ്ട്. പേഴ്സണാലിറ്റി ഞാൻ ഇതേപോലെ തന്നെ ഫംഗ്ഷൻ ചെയ്യുള്ളൂ എന്നുള്ള പിടിവാശി കൊണ്ട് ഇത് നടക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടായേക്കാം. പക്ഷെ ചെറിയ ടീക്കുകൾ ഉണ്ടാവേണ്ട വന്നേക്കാം. സ്മാർട്ടായിട്ട് ആക്ട് ചെയ്യേണ്ട, ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ട വന്നേക്കാം എന്നുള്ളതാണ് തോന്നുന്നത്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ എന്തായാലും ബ്ലൂ പ്രിന്റ് എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തു എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. ഇനിയും അപ്കമിങ് ആയിട്ടുള്ള ഇവന്റ്സിലൂടെ വളരെ ശക്തമായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. എല്ലാവരും താങ്ക് യു സോ മച്ച് എവരി വൺ. എല്ലാവർക്കും നല്ലൊരു ഒരു നൈറ്റ് ആശംസിക്കുന്നു. ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കോൺവെർസേഷൻസ് ഇനിയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇനിയുള്ള വെബിനാറുകളിലും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടുതൽ ബിസിനസ് സർക്കിളുകളിലേക്കും ഒക്കെ കൂടുതൽ പകർന്നു കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ് പറയാനുള്ളത്. സോ താങ്ക് യു എവരി വൺ. ഗുഡ് നൈറ്റ്.